ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണീയത്തിൽ 39ാമത്തെ ദശകം. മേൽപ്പത്തൂർ തൻ്റെ 39ാമത്തെ ദിവസം ഭഗവാനെ പാടി കേൾപ്പിക്കുന്നത് ഭഗവാന്റെ അവതാരം, ജന്മോത്സവം, അതാണ് വർണ്ണിക്കുന്നത്. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു, നന്ദഗോപർ ആ കൃഷ്ണനെ എടുത്ത് ചെല്ലുകയാണ്. എങ്ങോട്ട് ചെല്ലുന്നു? ഗോകുലത്തിലേക്ക് ചെല്ലുകയാണ്. ഉണ്ണിയെ എടുത്തുകൊണ്ട് അമ്പാടിയിലേക്ക് പോകുമ്പോൾ ആ വഴിക്കിതാ മുന്നോട്ട് നടക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച കാളിന്തി. മുരാരികായ കാളിമാലലാമവാരിധാരിണി തൃണീകൃതത്രിവിഷ്ടപത്രിലോകതാപഹാരിണി. ആ യമുനാ നദി അങ്ങനെ കുത്തി ഒഴുകുകയാണ്. ഭവന്തമയമുദ്വഹൻ യദുകുലോദ്വഹോ നിസ്സരൻ ദദർശ ഗഗനോച്ചലജ്ജലഭരാം കളിന്ദാത്മജാം അഹോ സലില സഞ്ജയ സ പുനരൈന്ദ്രജാലോദിതോ ജലൗഘ ഇവ തത്ക്ഷണാത് പ്രപദമേയതാം ആയയൗ. ആ കാളിന്തി അങ്ങനെ കുത്തി ഒഴുകുന്നു. ഭഗവാൻ ആലോചിച്ചു, വേണ്ടി വരുമോ? ഇന്നത്തെ പോലെ ആ രാമായണ കാലത്ത് രാമനായിട്ടങ്ങനെ ഭഗവാൻ സഞ്ചരിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ രാമൻ്റെ വേഷം കെട്ടി സീതയെ അന്വേഷിക്കാനായിട്ട് പുറപ്പെട്ടില്ലേ? ലങ്കയിലേക്ക് പോകണം, ചിറ കെട്ടണം. അതിനു വേണ്ടിയിട്ട് സമുദ്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. സമുദ്രം ആദ്യം ഒന്നും ഇങ്ങനെ ഒരു ഉത്സാഹമില്ലാണ്ടിരുന്നു. അവസാനം ഒന്ന് കണ്ണുരുട്ടേണ്ടി വന്നു. ഇതുപോലെ ഈ നദിയെ നോക്കി ഒന്ന് കണ്ണുരുട്ടേണ്ടി വരുമോ? അനന്തൻ്റെ പിന്നിൽ തൻ്റെ ഏട്ടൻ ചോദിക്കുകയാണ്, വേണ്ടി വരുമോ? ഇവിടെയും വേണ്ടി വരുമോ കണ്ണുരുട്ടൽ? പക്ഷേ വേണ്ടി വന്നില്ല. രണ്ട് ഭാഗത്തേക്കും വഴി മാറിക്കൊടുത്തു ആ കാളിന്തി. അഹോ സലില സഞ്ജയസ്സ പുനരൈന്ദ്രജാലോദിതോ ജലൗഘ ഇവ തത്ക്ഷണാത് പ്രപദമേയതാം ആയയൗ. ആ കാളിന്തി വഴി മാറിക്കൊടുക്കുകയാണ്. സാഗരത്തിൻ്റെ പത്നിമാരാണ് നദികൾ എന്നാണ് കവിസങ്കല്പം. സാഗരത്തിൻ്റെ പത്നിമാരാണ് നദികൾ എന്നാണ്. ഇപ്പം ഇവിടെ യമുന കാളിന്തി നദിയാണ്. അന്ന് ആ രാമൻ സാഗരത്തിന് നേരെ കണ്ണുരുട്ടിയത് ഭർത്താവിൻ്റെ അനുഭവം, ആ കഥ അറിയുന്ന ഈ നദി വഴിമാറിക്കൊടുത്തു കൃഷ്ണന് എന്നാണ്. വഴിമാറിക്കൊടുക്കുകയാണോ ഉണ്ടായത്? വഴിമാറിക്കൊടുക്കുക എന്നുള്ള വ്യാജേന തൻ്റെ ഓളങ്ങളാകുന്ന കൈകളെ കൊണ്ട് ആ കൃഷ്ണനെ ഒന്ന് തൊട്ടു. അതാണ് ഉണ്ടായത്. കാളിന്തി പറഞ്ഞ ഭഗവാന്റെ ഭക്തയാണ്. സൂരജ എന്നാണ് അവളുടെ പേര്. സൂര്യപുത്രിയാണ് അവൾ. നദിയായിട്ട് വന്നു തന്നെ ഭഗവാനെ കിട്ടാനാണ്. അത് രണ്ട് ഭാഗത്തേക്ക് വഴിമാറുക എന്നുള്ള വ്യാജേന ഭഗവാന്റെ ആ കുഞ്ഞിക്കാലൊന്ന് തൊട്ടു ആ ഭക്ത. വസുദേവരുടെ ആ കാലടി നനയത്തക്ക അളവിൽ ചെറുതായിട്ട് മാറി ആ നദിയിൽ നിന്നാണ്. സുഖമായിട്ട് അദ്ദേഹം ആ ഭഗവാനെ എടുത്ത് അമ്പാടിയിലെത്തി, ഗോകുലത്തിലെത്തി. വസുദേവർ പതുക്കെ നടക്കുകയാണ്. അദ്ദേഹം എല്ലാവരും നല്ല ഉറക്കാം. അതുകൊണ്ട് അവർ താൻ വേഗം കണ്ട് നടന്നാൽ അവർ എഴുന്നേൽക്കും. അത് വേണ്ട, ആരും കാണാതെ കൊണ്ടുവരല്ലേ. കുറച്ച് നടക്കും, പിന്നെ തിരിയും. ആരെങ്കിലും വരുന്നുണ്ടോ, ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കും. വീണ്ടും നടക്കും, പിന്നെ നിൽക്കും, തിരിഞ്ഞു നോക്കും, ആരെങ്കിലും കാണുന്നുണ്ടോയെന്ന്. അത് ഈ ശ്ലോകം നോക്കിയാൽ മനസ്സിലാവും. പ്രസുപ്ത പശുപാലികാം നിഭൃത മാരുതദ്ബാലികാം അപാവൃത കവാടികാം പശുപവാടികാം ആവിശൻ കാം 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 എന്നിങ്ങനെ കാണാം. എടുത്ത് കൊണ്ടുപോകണ ആ വസുദേവരുടെ നിൽക്കലും ഒന്ന് തിരിഞ്ഞു നോക്കലും ആരെങ്കിലും വരുന്നുണ്ടോ ശ്രദ്ധിക്കലും എല്ലാം ആ ശ്ലോകത്തിൽ ഭംഗിയിൽ ആര് എടുത്തു പറയുന്നുണ്ട്. ആ ശ്ലോകത്തിൻ്റെ ആ ശബ്ദം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഭവന്തമയമർപ്പയൻ പ്രസവതൽപകേ തത്പദാദ്വഹൻ കപടകന്യകാം സ്വപുരമാഗതോ വേഗതഃ. ആ ഉണ്ണിയെ അവിടെ കിടത്തി. അവിടെ ആ പെൺകുഞ്ഞ് അവൾ ചെറുതായിട്ട് കരയുന്നുണ്ട്. അതാണ് ചെറുതായിട്ട് അവൾ നിഭൃതമാരുതത് ബാലികാം, ചെറുതായിട്ട് അവൾ കരയുന്നുണ്ട്. ആ ശബ്ദം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉറക്ക ശബ്ദം ഉണ്ടാക്കി എല്ലാവരും എഴുന്നേൽക്കും. ഇത് ഈ വരുന്ന വസുദേവർക്ക് താൻ എവിടെയാണ് കിടക്കണമെന്നുള്ളത് അറിയിക്കണം. അതിനുവേണ്ടി ചെറുതായിട്ട് ഇങ്ങനെ കരയുന്നു. വസുദേവർ കേൾക്കാൻ പാകത്തിന് വഴി കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങോട്ട് വരൂ അച്ഛാ, ഇങ്ങോട്ട് വരൂ, ആ ഉണ്ണിയെ കിടത്തി എന്നെ എടുത്തോളൂ, ഇങ്ങോട്ട് വരൂ എന്നങ്ങനെ ആ മായാഭഗവതി വസുദേവരെങ്ങനെ വിളിക്കുകയാണ് കരഞ്ഞും കൊണ്ട്. അങ്ങനെ വസുദേവർ വേഗം ചെന്നു.
തൻ്റെ കയ്യിലുള്ള ആ ഉണ്ണിയെ കൃഷ്ണനെ അവിടെ കിടത്തി ആ പെൺകുഞ്ഞിനെ വേഗത്തിലെടുത്ത് മധുരയിലേക്ക് പോന്നു. തതസ്ത്വതനുജാരവക്ഷപിത നിദ്രവേഗദ്രവദ് ഭട്ടോത്കര നിവേദിത പ്രസവ വാർത്തയൈവാർത്തിമാൻ വിമുക്ത ചികുരോത്കരസ്തുരിതമാപതൻ ഭോജരാട് അതുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാം. ഗുരുവായൂരപ്പ, അങ്ങയുടെ ആ അനുജത്തിയുടെ ത്വത് അനുജാരവ, അനുജയുടെ രവം, രവം എന്ന് പറഞ്ഞ ശബ്ദം, അങ്ങയുടെ ആ അനിയത്തിയുടെ, ഏതാ അനിയത്തി? ഈ മായാഭഗവതി. ആ അനിയത്തിയുടെ കരച്ചിൽ കേട്ട് ദുഷ്ടന്മാരൊക്കെ ഉണർന്നു. ഭഗവാനെ കാണാൻ അവർക്ക് ഭാഗ്യം ഉണ്ടായില്ല, പക്ഷേ ഈ മായയെ അവർ നല്ലോണം കണ്ടു. അവരാ കരച്ചിൽ കേട്ടിട്ട് അവർ ഈ വാർത്ത കംസൻ്റെ ഭൃത്യന്മാർ ആരെ അറിയിച്ചു? പ്രസവ വാർത്ത കംസനെ അറിയിച്ചു. കംസൻ അങ്ങോട്ട് പരിഭ്രമിച്ചു. അദ്ദേഹം ഓടി വരികയാണ്. ഉറക്കം അങ്ങോട്ട് മുഴുവനായിട്ട് പോയില്ല, പക്ഷേ ഈ വാർത്ത അങ്ങോട്ട് കേട്ടപ്പോഴേക്കും ആകെ പരിഭ്രമം ഉണ്ടായി. അങ്ങനെ അദ്ദേഹം ഓടി വരുന്നു. വിമുക്ത ചികുരോത്കരസ്തുരിതമാപതൻ ഭോജരാട് ആണ്. അദ്ദേഹം തൻ്റെ മുടി ഒതുക്കി വയ്ക്കുന്നു, ഓടി വരുന്നു, പരിഭ്രമത്തിൽ വീഴുന്നു. കിരീടം പോയി, വാള് പോയി. ഇവിടെ എത്തിയപ്പോഴാണ് താക്കോലെടുത്തില്ല, ഇത് ഈ കാരാഗൃഹത്തിൻ്റെ. അവസാനം ചവിട്ടിങ്ങോട്ട് പൊളിക്കുകയാണ്. ആന കുത്തിയാൽ പൊളിയാത്ത ആ വാതിൽ ഈ ദുഷ്ടനായ കംസൻ ചവിട്ടിങ്ങോട്ട് പൊളിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തി എത്ര കണ്ടുണ്ട്? വിമുക്ത ചികുരോത്കരസ്തുരിതമാപതൻ ഭോജരാട്. കെട്ടഴിഞ്ഞു മുടി ദേഷ്യത്തോടെ വന്ന് ആ ദേവകിയുടെ കയ്യിൽ കണ്ടതാരെയാ? പെൺകുഞ്ഞിനെ. അതുഷ്ട ഇവ ദൃഷ്ടവാൻ. ഒട്ടും ഇഷ്ടമായില്ല ആർക്ക്? കംസന്. തൻ്റെ അന്തകൻ എന്ന് പറയുമ്പം അതൊരു ആണൊരുത്തനാവുമെന്നാണ് കണക്കാക്കിയത്. ഇതൊരു പെണ്ണല്ലേ എന്നുള്ള മട്ടിൽ ഒരു പുച്ഛം ആർക്ക്? ഈ കംസന്. ധ്രുവം കപടശാലിനോ. ഉടനെ ആലോചിച്ചു, കപടനാണ്, കാപട്ടിക്കാരനാണ്, മായാവിയാണ് ആ വിഷ്ണു. ഏതായാലും ഈ കുട്ടിയെ കൊന്നേക്കാം. കാരണം മായാവിയായിട്ടുള്ള വിഷ്ണു ആണായും പെണ്ണായിട്ടൊക്കെ വരാം. അപ്പം അതുകൊണ്ട് ഇവളെ കൊല്ലണം എന്ന് തീരുമാനിച്ചു. ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാ ഭവേദസാവിധി കിശോരികാം ഭഗിനികാകരാലിംഗിതാം ദീപോ നളിനികാന്തരാദിവ മൃണാളികാമാക്ഷിപൻ അയം ത്വതനുജാമജാമുപല പട്ടകേ പിഷ്ടവാൻ. ആ ദേവകി മുറുക്കി പിടിച്ചിട്ടുണ്ട് ഈ പെൺകുഞ്ഞിനെ. ആ ദേവകി ഈ പെൺകുഞ്ഞിനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. കാരണം കൊടുക്കാൻ നല്ല മടിയുണ്ട്. കാരണം തൻ്റെ കുട്ടിയല്ല, ഇത് യശോദയുടെ കുട്ടിയാണ്. ഇതുവരെയുള്ള കുട്ടികളൊക്കെ തൻ്റെ കുട്ടികളാണ്, അത് ഏട്ടൻ കൊന്നു. ഇതിപ്പോൾ വേറൊരാളുടെ കുട്ടിയെ എങ്ങനെയാണ് കൊല്ലാൻ കൊടുക്കുക? അതുകൊണ്ട് നല്ല മടി യശോദയ്ക്ക്, ഈ ദേവകിക്കുണ്ട്. പക്ഷേ ഈ ദുഷ്ടൻ പിടിച്ചങ്ങോട്ട് വാങ്ങി. ആ വാങ്ങിയത് മേൽപ്പത്തൂർ വർണ്ണിക്കുക ഏതുപോലെ? ദ്വിപോ നളിനികാന്തരാദിവ മൃണാളികാമാക്ഷിപൻ. ദ്വിപഹ എന്ന് പറഞ്ഞാൽ ആന, നളിനികാന്തരാത് എന്നാണ്. നളിനികാന്തരാത് എന്ന് പറഞ്ഞാൽ, നളിനി പറഞ്ഞാൽ താമര, താമരപ്പൊയ്ക. താമരപ്പൊയ്കയിൽ നിന്ന് ഒരു ഇളം താമരയെ മതയാന പിടിച്ച് പറയ്ക്കും പോലെ. ആലോചിച്ച് നോക്കൂ, താമരപ്പൊയ്കയിൽ, മനോഹരമായ താമരപ്പൊയ്കയിൽ നിന്ന് ഒരു ഇളം താമര, നല്ല ഭംഗിയുള്ളൊരു താമരയെ ആ മതയാന പിടിച്ച് പറയ്ക്കും പോലെ ആ ഇളം പൈതലിനെ പിടിച്ചു വാങ്ങി പാറമേലടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. പിന്നെന്തേണ്ടായി? തതോ ഭവതുപാസകോ ഝടിതി മൃത്യുപാശാദിവാ. അല്ലേ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഭക്തന്മാർ മൃത്യുവിൽ നിന്ന് രക്ഷപ്പെടുന്നത് പോലെ, അങ്ങയെ ഉപാസിച്ച് അങ്ങയുടെ ആളുകൾ സംസാരമാകുന്ന ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടും പോലെ, മൃത്യുഭയത്തിൽ നിന്ന് രക്ഷപ്പെടും പോലെ ആ മായാദേവി ഈ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ കംസൻ്റെ കയ്യിൽ നിന്ന് ദേവി തെറിച്ചത് ആ മുകളിലേക്ക് അങ്ങോട്ട് പോയി. ആ കാത്യായനി രൂപത്തിൽ ആകാശത്ത് ദർശനം കൊടുത്തു ഈ ദുഷ്ടന്. അവൻ്റെ തലയിലങ്ങോട്ട് ചവിട്ടി, കംസൻ്റെ തലയിലങ്ങോട്ട് ചവിട്ടിയിട്ട കുതിപ്പാണ് മുകളിലേക്ക്. എന്നിട്ടൊരു വർത്തമാനം, അരേ ദുരാചാര നൃശംസ കംസ. എടാ ദുഷ്ട കംസ, പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടൂ. നിൻ്റെ ഈ പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടത്. ഞാൻ നിന്നെ ഇപ്പം ഒന്നും ചെയ്യണില്ല. തൽക്കാലം നീ എൻ്റെ ഈ കാല് കൊല്ലാനാണെങ്കിലും പിടിച്ചല്ലോ. എൻ്റെ ഒരു നിയമം എന്താ വെച്ചാൽ, കാല് പിടിച്ചാൽ പിന്നെ അയാളെ ഉപദ്രവിക്കില്ല. നീ ദുഷ്ടനാണെങ്കിലും എൻ്റെ കാല് സദ്ബുദ്ധിയോടുകൂടി അല്ലെങ്കിലും പിടിച്ച സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യണില്ല, നിന്നെ കൊല്ലുന്നില്ല. നിൻ്റെ അന്തകൻ അവിടെ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ട്, എവിടെ വേണമെങ്കിൽ പോയി തെരഞ്ഞോളൂ, അധികം വൈകാണ്ട താൻ ചാവും, തൻ്റെ അന്ത്യം അടുത്തു എന്ന് പറഞ്ഞ് ദേവി അവിടുന്ന് പോയി. കുറച്ച് നേരത്തേക്കൊരു സദ്ബുദ്ധി ആർക്ക്? ഈ കംസന്. എന്താ ചോദിച്ചാൽ, ആ ഭഗവതിയുടെ കാല് കുറച്ച് നേരം തൊട്ടല്ലോ,
കുറച്ചധികം നേരം തൊട്ടെങ്കിൽ നേരെ വരുന്നു, പൂർണ്ണമായിട്ട് നേരെ വരുന്നു. അതുണ്ടായില്ല, ഒന്ന് തൊട്ടു. അതോടുകൂടി ദുഷ്ടനായ കംസൻ തന്നെ കുറച്ച് നേരത്തേക്ക് നേരെ അയച്ചാൽ നല്ലോണം ഒന്ന് ആശ്രയിച്ചിരുന്നെങ്കിലുള്ള കാര്യം പറയാനുണ്ടോ? അതാണ് നമുക്കുള്ള പാഠം. കുറച്ച് നേരത്തേക്ക് സദ്ബുദ്ധിയായി. ദേവകിയും വസുദേവരെയും കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. ദേവകിയുടെ അടുത്ത് ചെന്ന് ആശ്വസിപ്പിച്ചു. ഞാൻ എന്തൊക്കെയോ പലതും ചെയ്തു, ആ ശരീരം സത്യമാണെന്ന് വിചാരിച്ച് ചെയ്തതാണ്. ദേവകി, ഈ വലിയേട്ടനോട് പൊറുക്കണം, കുട്ടികളെ കൊന്നതിൽ എന്നോട് ദേഷ്യം തോന്നരുതേ എന്നൊക്കെ കുറച്ച് നേരം പറഞ്ഞെങ്കിലും വൈകുന്നേരം ആയപ്പോഴേക്കും മനസ്സ് മാറി. കാരണം കൂട്ടുകെട്ട് ദുഷ്ടന്മാരായിട്ടാണ്. കുറച്ച് നേരെ ദേവി ഉപാസിച്ചു എന്ന് പറയാൻ വയ്യ, ആ പാദമൊന്നും തൊട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് സദ്ബുദ്ധി, പിന്നെ അങ്ങോട്ടൊക്കെ ആ ദുഷ്ടന്മാരുടെ കൂടെയല്ലേ. പ്രഗേ പുനരഗാത്മജ വചനമീരിത ഭൂഭുജ പ്രലംബക പൂതന പ്രമുഖദാനവാമാനിന. ഇവരൊക്കെയാണ് കൂട്ട്. പ്രലംബൻ, ഭഗൻ, പൂതന ഇവരൊക്കെയാണ്. രാവിലെ ആയപ്പോൾ കംസൻ പറഞ്ഞ് കംസഭൃത്യന്മാർ വിവരമൊക്കെ അറിഞ്ഞു. അങ്ങനെ പ്രലംബനും ഭഗനും പൂതനയും ഒക്കെ ഭൃത്യന്മാരാണ്. അവരൊക്കെ പുറപ്പെട്ടിറങ്ങി ഈ അന്തകനെ കൊല്ലാൻ, ഭഗവാനെ കൊല്ലാനായിട്ട് അവർ പുറപ്പെട്ടിറങ്ങി. ഭവന്നിധന കാമ്യയാ, അല്ലേ ഗുരുവായൂരപ്പ, അങ്ങയെ വധിക്കാനായിട്ട് ജഗതി ബഭ്രമുർനിർഭയാ, ജഗതി ബഭ്രമുർനിർഭയാ കുമാരകവിമാരകാ കിമിവ ദുഷ്കരം നിഷ്കൃപൈ. ആ ദയയില്ലാത്ത ദുഷ്ടന്മാരായ ആ ആളുകൾക്ക് എന്താ ഇപ്പോൾ ചെയ്യാൻ പാടില്ലാത്തത്? അക്കാലത്ത് ജനിച്ച കുഞ്ഞു കുട്ടികളെ മുഴുവൻ അങ്ങോട്ട് കൊല്ലാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ അങ്ങോട്ട് പുറപ്പെട്ടു. മതി, ഇനി ഈ വക വർത്തമാനമൊന്നും വേണ്ട, നമുക്ക് തൽക്കാലം ആ മധുര വിട്ട് ഇവിടെ വൃന്ദാവനത്തിലേക്ക്, ഗോകുലത്തിൽ, അമ്പാടിയിലേക്ക് വന്നാലോ? കംസൻ്റെ വട്ടാരത്തിൽ നിൽക്കണ്ട നീ. അങ്ങനെയാണ് മേൽപ്പത്തൂരിൻ്റെ ഭാവം തോന്നും അടുത്ത ശ്ലോകം കേട്ടാൽ. നന്ദഗൃഹത്തിലേക്ക് പോവല്ലേ, അവിടെയല്ലേ നമ്മുടെ കൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, ആ കണ്ണൻ ഉണ്ടായത്. അവിടുത്തെ അവസ്ഥ നമുക്ക് നോക്കിയാലോ. തതപ്പശുപമന്ദിരേ ത്വയി മുകുന്ദ നന്ദപ്രിയാ പ്രസൂതി ശയനേ ശയേ രുവതി കിഞ്ചിദഞ്ജത്പദേ വിബുദ്ധ്യ വനിതാജനൈസ്തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. തതഃ പശുപമന്ദിരേ. മുകുന്ദ, അല്ലയോ മുകുന്ദ, ഭഗവാനെ വിളിക്കുകയാണ്. മോക്ഷം തന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുന്നവനെ, എല്ലാവരെയും ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവനെ, അല്ലയോ മുകുന്ദ, അങ്ങ് ഈ ഗോകുലത്തിലിതാ അവതരിച്ചില്ലേ. യശോദയുടെ ആ മെത്തയിൽ കിടക്കുകയാണ് കൃഷ്ണൻ. എന്ത് ഭാഗ്യവതി, എന്ത് ഭാഗ്യം ചെയ്തു ആ യശോദ. കൃഷ്ണനെ ആരും ഇങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പം ഇങ്ങോട്ട് ഉണ്ടായിട്ടല്ലേ ഉള്ളൂ, എല്ലാവരും നല്ല ഉറക്കല്ലേ. ഭഗവാൻ തന്നെ അറിയിച്ചു എന്നാണ്. രുവതി കിഞ്ചിദഞ്ജത്പദേ. ഭഗവാൻ അങ്ങോട്ട് കരഞ്ഞു, തൻ്റെ കാലിട്ട്, കുഞ്ഞിക്കാലിട്ട് അടിച്ചു. ആ വാർത്ത കൊട്ടി അറിയിക്കുകയാണ് എല്ലാവരും. ഭഗവാൻ അവതരിച്ചു എന്നുള്ള വാർത്ത ഇങ്ങോട്ട് കേട്ടില്ലേ. ആ കാളവണ്ടിയിൽ പെരുമ്പറ വെച്ച് കെട്ടിവെച്ച് അടിച്ച് അറിയിക്കാൻ തുടങ്ങി അവിടെയുള്ള നന്ദഗോപരുടെ സുഹൃത്തുക്കളൊക്കെ. നന്ദർക്കുണ്ണിണ്ടായി, നന്ദർക്കുണ്ണിണ്ടായി, നന്ദസ്ത്വാത്മജ ഉത്പന്നേ ജാതാഹ്ലാദോ മഹാമനാഹ. നന്ദർക്കുണ്ണിണ്ടായി, നന്ദർക്കുണ്ണിണ്ടായി എന്നവരങ്ങനെ അറിയിച്ചു. അമ്പാടിയിലുള്ളവരൊക്കെ ആ വാർത്ത കേട്ട് സന്തോഷിച്ചു. ഗുരുവായൂരപ്പനും ഈ മേൽപ്പത്തൂർ വർണ്ണിക്കുന്നത് കേട്ട് വളരെയധികം സന്തോഷമായി. സ്ത്രീകളൊക്കെ എണീറ്റു. ഇന്നുണ്ടായ വാർത്ത അവരും വിളിച്ചു പറയുകയാണ്. ഭഗവാനെ കാണാനായിട്ട് അവർ ഉടുത്തൊരുങ്ങി വരികയാണ്. കേട്ടവർ അവരുടെ പണികളൊക്കെ നിർത്തി അവർ ഉടുത്തൊരുങ്ങി ഭഗവാനെ കാണാൻ ഓടി വരുന്നു. മനോഹരമായിട്ട് ഭാഗവതത്തിൽ അത് ശ്രീശുകർ വർണ്ണിക്കുന്നുണ്ട്. വർണ്ണയ്ക്ക് പിശുക്ക് കാണിക്കുന്ന ആളാണ് ശ്രീശുകരെങ്കിലും ഭാഗവതത്തിൽ ഈ ഗോപികളുടെ വരവ് അദ്ദേഹം വളരെ ഭംഗിയിൽ വർണ്ണിക്കുന്നുണ്ട്. ഗോപ്യസ്വമൃഷ്ടമണികുണ്ടല നിഷ്കണ്ഠ്യശ്ചിത്രാംബര പതിശിഖാച്യുതമാല്യവർഷ. ആ മനോഹരമായ വാങ്മയ ചിത്രം. ഗോപസ്ത്രീകൾ അങ്ങനെ ഉടുത്തൊരുങ്ങി വരുന്നു. അവർ പണ്ടേ വാങ്ങി വെച്ചിട്ടുണ്ട് സാരി എന്നാണ്. യശോദ ഗർഭം ധരിച്ചു എന്നുള്ള വാർത്ത കേട്ടതും അവർ നല്ലൊരു പട്ടുസാരി വാങ്ങി വെച്ചിട്ടുണ്ട്. അവരുടുക്കണമൊന്നുമില്ല, അതങ്ങനെ വാങ്ങി വെച്ച് അലമാറിൽ വെച്ച് പൂട്ടിയതാണ്. ഗോപന്മാരൊക്കെ ചോദിക്കും, ഇത് ഉടുക്കണില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വാങ്ങിയത്, ഇത്രയും കാശും കൊടുത്ത് ഈ ഒരു പട്ടുസാരി വാങ്ങിയത് എന്തിനാ ചോദിക്കുമ്പോൾ അവർ പറയും, അത് ഇപ്പം ധരിക്കാനല്ല, പിന്നെയോ യശോദ ഗർഭിണിയാണ്, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ പ്രസവിക്കും, അതിന് പ്രസവിച്ചാൽ ഉണ്ണിയായിരിക്കും, അവരുറപ്പിച്ചു ഉണ്ണിയാവും എന്നൊക്കെ. അതുകൊണ്ട് ആ ഉണ്ണിയെ കാണാൻ പോകുമ്പം ഉടുത്ത് പോകാനാണ് ഇപ്പം ഈ സാരി വാങ്ങി വെച്ചത്. ഓ ശരി. ആ പട്ടുസാരി ഇപ്പോൾ ഉടുത്ത് കുളിച്ച് ശുദ്ധമായി പട്ടുസാരി ഉടുത്ത് രത്നകുണ്ടലങ്ങൾ അണിഞ്ഞ്
മാലകളൊക്കെ ധാരാളം അണിഞ്ഞ് ഉത്തരിയൊക്കെ ധരിച്ച് നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ ഉള്ള മനോഹരമായ ആ പട്ടുടുത്ത് ഉണ്ണിക്ക് കൊണ്ടുവരാനുള്ള, ഉണ്ണിക്ക് കൊടുക്കാനുള്ള ആ സമ്മാനപ്പൊതി കയ്യിൽ വെച്ച് അവരുടെ ആ വരവ് എന്നാണ്. പല പല സമ്മാനങ്ങളുമായി ഭഗവാന്റെ അടുത്തേക്ക് അങ്ങനെ ഒഴുകി വരികയാണ് ഗോപികമാർ. മുല്ലമാല ഒതുക്കി കെട്ടിയിട്ടുണ്ട്, മുട്ടുവരെയുള്ള വളകളുണ്ട്. അങ്ങനെ വരി വരിയായിട്ട് അവരങ്ങനെ ഭഗവാനെ കാണാനായിട്ട്, ഭഗവാനെ സമ്മാനം കൊടുക്കാനായിട്ട് അവർ ഓടി വരുന്നു. അഹോ ഖലു യശോദയാ നവകളായ ചേതോ ഹരം ഭവന്തമലമന്തികേ പ്രഥമമാപി പന്തിയാദൃശ പുനസ്തനഭരം നിജം സപതി പായയന്ത്യാ മുദാ മനോഹരതനുസ്പൃശ ജഗതി പുണ്യവന്തോ ജിതാഹ. പട്ടിരിപ്പാട് പറയുകയാണ്, സ്വയം യശോദയായിട്ട് മാറി പട്ടേരി. അപ്പോഴേക്കും അദ്ദേഹം പറയുകയാണ്, ആ ഭാഗ്യവതി ആര്? ഈ യശോദ. ഈ കൃഷ്ണനെ മതിവരുവോളം കാണാൻ അവൾക്ക് സാധിക്കുന്നില്ലേ? ഭഗവാന് നിവേദ്യം കൊടുക്കാൻ, മുലപ്പാൽ നൽകാൻ അവൾക്ക് സാധിക്കുന്നില്ലേ? മാറോട് ചേർക്കാൻ അവൾക്ക് എപ്പോഴും സാധിക്കുന്നില്ലേ? തലോടാൻ സാധിക്കുന്നില്ലേ? ദേവിക്ക് ഇതൊക്കെ സാധിക്കുന്നുണ്ടല്ലോ യശോദേ. എന്നിട്ട് മഹാത്മാക്കളെ, ഭക്തന്മാരെ, മറ്റ് പണ്ഡിതന്മാരെയൊക്കെ നോക്കിയിട്ട് പറയുകയാണ്, ജഗതി പുണ്യവന്തോജിതാഹ. അല്ലയോ പണ്ഡിതന്മാരെ, ജ്ഞാനികളെ, പുണ്യവാന്മാരെ, നിങ്ങളൊക്കെ ദാ ഈ ഒന്നും അറിയാത്ത, സ്കൂളിൽ പോവാത്ത, ഉപനയനാദി സംസ്കാരങ്ങളില്ലാത്ത ഈ ഇടയപ്പെണ്ണ് ജയിച്ചു കഴിഞ്ഞു കേട്ടോ. ഈ യശോദയ്ക്ക് നമസ്കാരം, ഈ യശോദയ്ക്ക് നമസ്കാരം എന്ന് പട്ടരിപ്പാട്. എത്ര നമസ്കരിച്ചാലാ മതിയാവുക? എന്ത് ഭാഗ്യം ചെയ്തു ഈ യശോദ, ഈ പരബ്രഹ്മത്തെ എങ്ങനെ ലാളിക്കാനും ഉടുപ്പിക്കാനും കണ്ണെഴുതാനും പൊട്ടുകുത്താനും പീലി ചാർത്താനും. ഭവത് കുശലകാമ്യയാ സഖലു നന്ദഗോപസ്തദാ പ്രമോദഭരസങ്കുലോ ദ്വിജകുലായ കിം നാദദാത് തഥൈവ പശുപാലകാഃ കിമു ന മംഗളം തേനിരേ ജഗത്ഹൃദയമംഗളത്വമിഹ പാഹി മാമയാത്. അങ്ങനെ നന്മണ്ടാവാനായിട്ട് ആ നന്ദർ എന്തൊക്കെ ദാനം ചെയ്തില്ല എന്നാണ്. അദ്ദേഹം ധാരാളമായിട്ട് ദാനം ചെയ്യുന്നു, പശുക്കളെ ദാനം ചെയ്യുന്നു, സമ്പത്ത് ദാനം ചെയ്യുന്നു, അങ്ങനെ പലർക്കും ഇല്ലാത്തവർക്ക് ധാരാളമായിട്ട് കൊടുക്കുന്നു. ഒക്കെ ഉണ്ണിക്ക് നന്മണ്ടാവണേ, ആനന്ദപരവശനായിട്ട് അദ്ദേഹം ധാരാളം സൽക്കർമ്മങ്ങൾ ഉണ്ണിക്ക് നന്മണ്ടാവണം എന്നുള്ള മട്ടിൽ ചെയ്തു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അങ്ങ് എൻ്റെ ഈ ലോകത്തെ മുഴുവൻ നന്നാക്കുന്ന ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ കൂടി ഒന്ന് നന്നാക്കണേ എന്നാണ്. എല്ലാ ലോകത്തിനും മംഗളം കൊടുക്കുന്ന ഭഗവാനെ, അങ്ങ് എനിക്കും മംഗളം ചെയ്യണേ, എന്നെയും ഈ വിഷമത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പട്ടരിപ്പാട് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു 39ാമത്തെ തൻ്റെ ആ ദിവസത്തെ 39ാം ദിവസത്തെ ഭജനം സമർപ്പിക്കുകയാണ്. ഭഗവാന്റെ പാദത്തിൽ തൻ്റെ ദശകം സമർപ്പിക്കുകയാണ് അദ്ദേഹം. പിന്നെ 40, 41 2 ദശകങ്ങളിലായിട്ട് ആ പൂതനാമോക്ഷം കഥ വർണ്ണിക്കുകയാണ്. തദനു നന്ദമമന്ദശുഭാസ്പദം നൃപപുരീം കരദാനകൃതേ ഗതം സമവലോക്യ ജഗാദ ഭവത്പിതാ വിദിത കംസ സഹായ ജനോദ്യമ. എന്താ പറയണത്? കരദാനകൃതേ ഗതം, കരദാനം കപ്പം. അവിടെ ഉണ്ടായ അത്ഭുതങ്ങൾ വർണ്ണിക്കുകയാണ് പിന്നീട് അമ്പാടിയിൽ. എന്തുണ്ടായി? നന്ദർ കപ്പം കൊടുക്കാനായി പോവുകയാണ് മധുരയിലേക്ക്. കംസന് കരം കൊടുക്കാൻ കുറച്ച് കാലമായിട്ട് കൊടുക്കാറില്ല. എന്തിനീ കൊടുക്കണം? കാരണം ഇതുവരെ ഇനിയിപ്പം തനിക്ക് ഉണ്ണിയൊന്നുമില്ല, മക്കളൊന്നുമില്ല, അവകാശികളൊന്നുമില്ല. അപ്പം പിന്നെ സ്ഥലം പോകാൻ വെച്ചാൽ പോയിക്കോട്ടെ കരുതിരിക്കുക. ഇനിയിപ്പോൾ അങ്ങനെയല്ല, സമ്പത്ത് പോയാൽ പറ്റില്ല, ഒരു ഉണ്ണിയൊക്കെ ഉണ്ടായില്ലേ. അപ്പം അതുകൊണ്ട് കപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് മുടക്കരുതെന്ന് കരുതിയിട്ട് അദ്ദേഹം പുറപ്പെട്ടു പോണു. അങ്ങനെ കംസന് കരം കൊടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് വസുദേവരെ കാണുകയാണ്. കംസഭൃത്യന്മാരുടെ പുറപ്പാടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് വസുദേവർ. അപ്പം നന്ദഗോപരോട് പറയാണ്, ഐ സഖേ തവ ബാലക ജന്മമാം സുഖയതേദ്യ നിജാത്മജ ജന്മവത്. നന്ദരെ, വസുദേവ നന്ദരോട് പറയണേ, അങ്ങേക്ക് ഉണ്ണി ഉണ്ടായെന്നുള്ള വാർത്തയൊക്കെ ഞാൻ കേട്ടു ചങ്ങാതി. അങ്ങേക്ക് ഉണ്ണി ഉണ്ടായത് അറിഞ്ഞിട്ട് അപ്പം എനിക്ക് വലിയ സന്തോഷം, എനിക്ക് ഉണ്ണി ഉണ്ടായതുപോലെ ഒരു സന്തോഷം, എനിക്ക് ചിലത് അങ്ങോട്ട് പറയാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് പറയാണ്.
അയി സഖേ തവ ബാലകജന്മ മാം സുഖയതേദ്യ നിജാത്മജന്മവത്. തൻ്റെ ഉണ്ണിനെയാണത്. നിജാത്മജന്മവത് ഇതി ഭവത് പിതൃതാം വ്രജനായകേ സമധിരോപ്യ ശശംസതമാദരാത്. ഇങ്ങനെ ഗുരുവായൂരപ്പ പറഞ്ഞില്ലേ, എന്താ ചിലത് പറയാനുണ്ട് പറഞ്ഞത്. ഇഹ ച സന്ധ്യ നിമിത്ത ശതാനി തേ കടകസീംനി തതോ ലഘുഗമ്യതാം ഇതി ച തദ്വചസാ വ്രജനായകോ ഭവതപായഭിയാ ദ്രുതമായയൗ. പല ദുർനിമിത്തങ്ങളും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ കുട്ടികളുടെ കൂടെ ആരെങ്കിലുമൊക്കെ എപ്പോഴും വേണം കേട്ടോ. അവർക്കൊരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല, വിഷമം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് പുരുഷന്മാരൊക്കെ അവിടെ കുറച്ച് പേരെങ്കിലും എപ്പോഴും വേണം. അതുകൊണ്ട് അങ്ങോട്ട് വേഗം ചെല്ലൂ എന്ന് ആര് പറഞ്ഞു? വസുദേവർ നന്ദഗോപരോട് പറഞ്ഞു. നന്ദഗോപർ മനസ്സിലാക്കിയ വസുദേവർ വെറുതെ പറയില്ല. അദ്ദേഹം ഹോരാശാസ്ത്രമൊക്കെ പഠിച്ച ആളാണ്, നിമിത്തശാസ്ത്രമൊക്കെ അറിയുന്ന ആളാണ്. അദ്ദേഹം വെറുതെ പറയില്ല. എന്തെങ്കിലും അപകടം അവിടെ സംഭവിക്കുമോ എന്നുള്ള ആ പരിഭ്രമം. വേഗം ഓടി എങ്ങോട്ട്? അമ്പാടിയിലേക്ക് നന്ദഗോപർ ചെല്ലുകയാണ്. അവസരേ ഖലു തത്ര ച കാചന വ്രജപദേ മധുരാകൃതിരംഗന തരളഷഡ്പദലാളിത കുന്തള കപടപോതക തേ നികടം ഗത. അപ്പോഴേക്കും അവിടേക്ക് ആ അപകടം വന്നു കഴിഞ്ഞു. ആരാ അപകടം? പൂതന തന്നെ. പൂതന തൻ്റെ ഘോരരൂപം ഒന്ന് മാറ്റി ഒരു സുന്ദര വേഷം കെട്ടിയാണ് അവളുടെ വരവ്. മധുരാകൃതി രംഗന ആണ്. നല്ല മധുരാകൃതി പൂണ്ട് അവൾ വരുന്നു. തരള ഷഡ്പദലാളിത കുന്തള, നല്ല പട്ടുടുത്ത് മല്ലികപ്പൂ ചൂടി വണ്ടുകൾ ഓമനിക്കുന്ന തലമുടിയോടുകൂടിയവൾ ആയിക്കൊണ്ടാണ് വരവ്. അതാണ് തരള ഷഡ്പദലാളിത കുന്തള. അവരുടെ ആ മുടിയിൽ നിന്ന് വരുന്ന സൗരഭ്യം, മുടിയിൽ ചാർത്തിയ മുല്ലയിൽ നിന്ന് വരുന്ന സൗരഭ്യം കൊണ്ടൊക്കെ വണ്ടുകൾ എപ്പോഴും അവളുടെ മുടിയിൽ തന്നെ അങ്ങനെ മുടിയുടെ പിന്നാലെ വണ്ടുകളും വരുന്നുണ്ട്. ആരുടെ അടുത്തേക്ക് വന്നു? ഈ ഭഗവാന്റെ അടുത്തേക്ക് വന്നു. ആദ്യ വേഷം കെട്ടിയ ആളാണ് ഭഗവാൻ. ആദ്യ വേഷം കെട്ടി വന്നതാണ് ഭഗവാൻ. ആ വിഷ്ണു ഭഗവാൻ കൃഷ്ണവേഷം കെട്ടി വന്നതാണിപ്പോൾ. ആ വേഷം കെട്ടുകാരൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഇവൾ വേറൊരു വേഷം കെട്ടി വരുന്നത്. ഈ വലിയ കള്ളൻ്റെ അടുത്തേക്ക് ഈ ചെറിയ കള്ളി വരികയാണ്. ഭഗവാനുണ്ടോ ഇവളുടെ ഭാവം മനസ്സിലാക്കാൻ പ്രയാസം എന്ന് സൂചന. സപതി സാഹൃതബാലകചേതന നിശിചരാന്വയജ കില പൂതന വ്രജവധൂ ശിവകേയമിതി ക്ഷണം വിമൃശതീഷു ഭവന്തമുപാദതേ. ആ പൂതനയുടെ വരവ്. അവൾ ചിലരോടൊക്കെ ചിരിച്ചും കൊണ്ട്, ചിലരെ നോക്കിയും കൊണ്ട്, ചിലരുടെ അടുത്ത് പോയിട്ട് തോളിൽ തട്ടിയും കൊണ്ട്, ചിലരെ കെട്ടിപ്പിടിച്ചും കൊണ്ട്, ചിലരുടെ കൈ പിടിച്ചും കൊണ്ട്, ഇങ്ങനെ വർത്തമാനം പറഞ്ഞും കൊണ്ട് അവളങ്ങനെ വരുന്ന സമയത്ത് എവിടാ സുന്ദരക്കൂട്ടന്മാർ എന്ന് പറഞ്ഞങ്ങനെ പരിചയം ഭാവിച്ച് വരുമ്പോൾ അവിടെയുള്ള ഗോപികൾക്കൊന്നും വാസ്തവത്തിൽ ഇവൾ അറിയില്ലെങ്കിലും ഇവളുടെ ഈ വർത്തമാനവും അവളുടെ നോട്ടവും അവൾ വന്ന് കൈ പിടിക്കുമ്പോഴൊക്കെ എങ്ങനെയപ്പോൾ അറിയില്ല എന്ന് പറയുക. എന്തോ വളരെ വേണ്ടപ്പെട്ട ആളാണ് ഭഗവാൻ, വളരെ വേണ്ടപ്പെട്ട ആളാണ്, ഭഗവാന്റെ വലിയ അടുത്ത ബന്ധുവാണെന്നുള്ള മട്ടിൽ അവരൊക്കെ മാറി നിൽക്കുന്നു. പൂതന ഭഗവാനെ കാണാനായിട്ട് ഓടി വരുന്നു. ആ പൂതന എങ്ങനെയുള്ളവളാണ്? ക്രൂരയാണ്, അനവധി കുട്ടികളെ കൊന്നവളാണ്. അതാണ് ഹൃതബാലകചേതന നിശിചര അന്വയജ കില പൂതന. ആണ്, രാക്ഷസിയാണ്. എന്നാൽ ഇപ്പം അവളിതാ സുന്ദരവേഷം കെട്ടി വന്നതാണ്. ഇവളെ കണ്ടു ഗോപികൾ മനസ്സിലായിട്ടില്ല എങ്കിലും നല്ല പരിചയമുള്ളതുപോലെ ആരതങ്ങോട്ട് ചോദിക്കാൻ തോന്നുന്നില്ല. അവൾ ചിരിച്ചിട്ടാണ് അവളുടെ വരവ്. അവരൊക്കെ വഴി മാറിക്കൊടുത്തു. ലക്ഷ്മീദേവി വിഷ്ണു ഭഗവാനെ കാണാനായിട്ട് വരികയാണോ എന്ന് വരെ അവർ ചിന്തിച്ചു എന്നാണ്. ലളിതഭാവവിലാസഹൃതാത്മഭി യുവതിഭി പ്രതിരോധുമപാരിത സ്തനമസൗ ഭവനാന്തനിഷേദുഷീ പ്രദദുഷീ ഭവത്തെ കപടാത്മനേ. ലളിതഭാവവിലാസഹൃതാത്മഭി യുവതിഭി പ്രതിരോധുമപാരിത. അവളുടെ ആ വരവ് കണ്ട സമയത്ത് പ്രതിരോധം അപാരിത, ആർക്കും അവളെ തടയാൻ തോന്നിയില്ല. എല്ലാവരും അവളെ സ്വീകരിച്ചിരുത്തുകയുണ്ടായത്. അവളെ കണ്ടപ്പോഴേക്കും ആ കപടാത്മനെ, കപടമൂർത്തിയായാലെയോ ഗുരുവായൂരപ്പ അങ്ങ് കണ്ണടക്കിയല്ലേ ഉണ്ടായത്. ഭഗവാൻ കണ്ണടച്ചു അവളെ കണ്ടതും. എത്ര വ്യാഖ്യാനങ്ങളാണ് ഈ കണ്ണടച്ചതിനെന്നറിയോ? ഓരോ ഭക്തന്മാർ ഓരോ വ്യാഖ്യാനം. ഭഗവാൻ ആരെയും മുഷിപ്പിക്കില്ല. ഓരോ ഭക്തനും ഓരോ വ്യാഖ്യാനം ചെയ്തിട്ട് ചോദിക്കും, ഇതിനല്ലേ ഭഗവാനെ അങ്ങ് കണ്ണടച്ചത്? അവളുടെ ആ ഭക്തിയില്ലാത്ത ആ വരവ് കണ്ടപ്പോൾ അങ്ങ് കാണണ്ട കരുതി കണ്ണടച്ചതല്ലേ? ഭഗവാൻ പറയും, അതെ, അതന്നെയാ. അതല്ലല്ലോ ഭഗവാനെ, അങ്ങ് കണ്ണടയ്ക്കാൻ കാരണം തൊട്ടടുത്ത് ബലരാമേട്ടനുണ്ട്. അദ്ദേഹം ചോദിച്ചതല്ലേ അങ്ങയോട് ഞാൻ ഈ പൂതനയെ ശരിയാക്കണമെന്ന്, കാരണവരല്ലേ. അപ്പം അദ്ദേഹം ചോദിച്ചപ്പോൾ അങ്ങത് വേണ്ട, ഞാൻ ആയിക്കോളാം ഏട്ടാന്ന് പറയാനല്ലേ കണ്ണടച്ചത്? അതെ,
എന്ന് അവരോടും. അങ്ങ് ആ മമ്മിയൂരപ്പനെ വിളിക്കാൻ വേണ്ടി കണ്ണടച്ചതല്ലേ? വിഷം കഴിച്ച് ഗുരുവായൂരപ്പ അങ്ങേക്ക് പരിചയമില്ലല്ലോ. മമ്മിയൂരപ്പനാണ് ചിലത് കഴിച്ച് പരിചയമുണ്ട്. പാലാഴി മഥന സമയത്തൊക്കെ വിഷം പൊന്തി വന്നപ്പം മമ്മിയൂരപ്പനാണ് കഴിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തോട് വിളിച്ച് ചോദിക്കാൻ വേണ്ടി അങ്ങ് കണ്ണടച്ചതല്ലേ? അതെ. ആര് ചോദിച്ചാലും ഭഗവാൻ അല്ല പറയില്ല. ഇങ്ങനെ ഭക്തന്മാരൊക്കെ ഓരോ വ്യാഖ്യാനം അതൊക്കെ ഭഗവാൻ സമ്മതിച്ചു കൊടുക്കണു. ആ ഭഗവാന്റെ അടുത്തേക്ക് ഇതാ ഇവൾ വരുന്നു. ആരും നടന്നില്ല. സമധിരുഹ്യ തദംഗമശങ്കിതസ്ത്വമഥ ബാലകലോപനരോഷിത മഹദിവാമ്രഫലം കുചമണ്ഡലം പ്രതിചുചൂഷിത ദുർവിഷദൂഷിതം. ആ ഭഗവാന്റെ അടുത്തേക്ക് ആ പൂതന വന്നു. ഭഗവാനെ വാരിയെടുത്തു. സമധിരുഹ്യ തദംഗമശങ്കിതസ്ത്വമഥ ബാലകലോപനരോഷിത. കാലം കണ്ട് നീട്ടിവെച്ച് ആ ഗുരുവായൂരപ്പനെ അങ്ങോട്ട് എടുത്ത് മടിയിൽ വെച്ച് അവൾ ഭഗവാനിതാ പാല് കൊടുക്കാനായിട്ട് തുടങ്ങി. അവൾ കൊണ്ടുവന്നത് കാളകൂടം വിഷമാണ്, കൽക്കണ്ടോ മുന്തിരിയൊന്നുമല്ല, കദളിപ്പഴോ പാൽപ്പായസം ഒന്നുമല്ല. എന്നിട്ടും ഭഗവാൻ നോക്കി അവളിൽ നല്ലത് വല്ലതും ഉണ്ടോ നോക്കി 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 വിഷമില്ലാതെ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശുദ്ധമായ ഒന്ന് കണ്ടു. അത് ജീവനാണ്, ഭഗവാന്റെ അംശമാണ്, ആത്മാംശമാണ് ജീവൻ. ആ ജീവൻ കണ്ട സമയത്ത് അത് ശുദ്ധമാണ്. നമ്മളുടെയൊക്കെ ജീവൻ ശുദ്ധമാണ്. മനസ്സിനോട് ചേരുമ്പോൾ ലേശം അപകടം കാണിക്കുന്നേ ഉള്ളൂ. ഉറങ്ങുമ്പോൾ നമ്മളൊക്കെ ശുദ്ധന്മാരാ. ഉണർന്ന അപകടക്കാരാണെങ്കിലും അത് ഭഗവാന്റെ അംശമാണ്. ആ ജീവനെ ഭഗവാൻ അങ്ങോട്ട് കുടിക്കാൻ തുടങ്ങിയെന്നാണ്. ഇതുപോലെ മഹദിവ ആമ്രഫലം കുചമണ്ഡലം. കുഞ്ഞിക്കുട്ടികൾ മാങ്ങ കഴിക്കും പോലെ ആ മുലപ്പാൽ ഭഗവാൻ കുടിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ഉപമയാണ്. കുസൃതിയായ വികൃതിയായിട്ടുള്ളൊരു കുട്ടി കാറ്റത്ത് വീണ മാങ്ങ, അത് വലിയ മാങ്ങ, അത് രണ്ട് കൈയും കൂട്ടി ഒളിച്ചിരുന്നിങ്ങനെ കഴിക്കും പോലെ. കാരണം വീട്ടിലേക്ക് കൊണ്ടുപോയാൽ അനിയനും ഏട്ടനൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പം ഒളിച്ചിരുന്ന് കഴിക്കും പോലെ അതാണ്. അപ്പോൾ കപടൻ എന്ന് പറയുമ്പോൾ അത് അപ്പോഴേ ചേരുള്ളൂ. അതാണ് ഈ വേഷം കെട്ടുകാരൻ, ഈ കൃഷ്ണൻ, കള്ളനാകുന്ന കൃഷ്ണൻ. മഹദിവ ആമ്രഫലം കുചമണ്ഡലം പ്രതിചുചൂഷിത ദുർവിഷദൂഷിതം. ആ പൂതനയുടെ സ്തനം ഒളിച്ചിരുന്ന് കുട്ടി മാങ്ങ കഴിക്കും പോലെ ഭഗവാൻ അങ്ങോട്ട് വലിച്ചു കുടിക്കാൻ തുടങ്ങി. അസുഭിരേവ സമം ധയതിത്വയി സ്തനമസൗ സ്തനിതോപമനിസ്വന നിരപതത് ഭയദായി നിജം വപു പ്രതിഗത പ്രവിസാര്യ ഭുജാവുഭൗ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം അവളങ്ങോട്ട് കരയാൻ തുടങ്ങി. അവളുടെ നഖം മുതൽ മുടി വരെ എന്തോ വലിഞ്ഞു മുറുകണത് പോലെ അവളങ്ങോട്ട് കരയാൻ തുടങ്ങി. അടിമുഴക്കം പോലെ അവളുടെ നിലവിളി, ഒരു ഭീകര രൂപം, അവളുടെ ശരിക്കുള്ള രൂപം അങ്ങോട്ട് പ്രകടമായി. എത്ര കണ്ട് നമ്മൾ വേഷം കെട്ടിയാലും ചില സമയം നമ്മുടെ തനി സ്വരൂപം പുറമേക്ക് പ്രകടമാവും ഇല്ലേ? എത്ര നേരം നമുക്ക് അഭിനയിക്കാൻ പറ്റും? എത്ര നേരം നമുക്ക് കാപട്യം കാണിക്കാൻ പറ്റും? കുറച്ചും കണ്ട് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മുടെ ആ നാടകമൊക്കെ അങ്ങോട്ട് പൊളിയില്ലേ? കുറച്ച് കഴിഞ്ഞാൽ പൊളിഞ്ഞേ പറ്റൂ. അതാണ് ഭഗവാന്റെ മുന്നിൽ പ്രത്യേകിച്ചും അവളുടെ തനി സ്വരൂപം അങ്ങോട്ട് പ്രകടമായി. എന്താണ് ഈ കഥകളൊക്കെ നോക്കുമ്പോൾ കാണാം. ഈ രാക്ഷസന്മാരും അസുരന്മാരൊക്കെ എത്ര വേഷം കെട്ടി വന്നാലും കുറച്ച് മരിക്കാൻ നേരത്ത് അവരുടെ രൂപം, ശരിക്കുള്ള രൂപം അങ്ങോട്ട് കാണാം. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ തനി സ്വരൂപം കുറച്ച് കഴിയുമ്പോൾ പുറമേക്ക് വന്നേ പറ്റൂ. അവളങ്ങോട്ട് ഭീകര സ്വരൂപം, അവളങ്ങോട്ട് മലന്നു വീണു. വലിയ കരിമ്പന കട്ടപുഴകി വീഴും പോലെ അവളങ്ങോട്ട് വീണു ആ പൂതന. ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിതവല്ലവേ. ആ ശബ്ദം കേട്ട് ഓടി വരികയാണ് ഗോപികമാർ. അവരുടെ ആ കിതപ്പ് ഈ ഒരു ശ്ലോകത്തിൽ കാണാം. ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിതവല്ലവേ. അവർ ഓടി വരണു. ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് പറഞ്ഞ് കതച്ച് അവർ ഗോപികമാർ ഓടി വരണു. വ്രജപദേ തദുരസ്ഥലഖേലനം അനുഭവന്തമഗൃഹത ഗോപിക. അവർ കണ്ടതെന്താ? ആ പൂതനയുടെ മാറത്ത് പുഞ്ചിരിച്ച് കിടക്കുന്ന നീലബാലനെ അവർ കണ്ടു. ഓടി വന്ന് ആ ഗോപികമാർ ആ ഉണ്ണിയെ വാരിയെടുത്തു. ഒട്ടും പേടി അവർക്കുണ്ടായില്ല. ഈ പൂതന മരിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയില്ല. കാരണം അവർക്കതൊന്നും വിഷയമില്ല. ആ ഉണ്ണിയെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം എന്നുള്ള വിചാരം. വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിലൊരു നീലരത്നം പോലെ ഭഗവാൻ അങ്ങനെ ആ പൂതനയുടെ മേലെ ശോഭിക്കുകയാണ്. അവരോടി വന്നു ആ ഉണ്ണിയെ അങ്ങോട്ട് രക്ഷിക്കുന്നു, എടുത്തു കൊണ്ടുവരുന്നു. ഭുവനമംഗള നാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ ത്വമയി വാതനികേതനനാഥ മാമഗതയൻ
കുരു താവക സേവകം. എന്നിട്ടും അവരെന്ത് ചെയ്തു? പല മന്ത്രവാദങ്ങളും അവർ ചെയ്തു. ബാലരക്ഷ മന്ത്രം ജപിച്ച് ഭഗവാനെ രക്ഷിക്കണമെന്ന് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുക. ആ ഗ്രാമീണരുടെ നാടന്മാരല്ലേ അവർ, അവരുടെ ആ മന്ത്രവാദവും മന്ത്രജപവും അവരുടെ ആ പൂജയും അവരുടെ ആ സമ്പ്രദായമൊക്കെ ഭഗവാൻ വലിയ ഇഷ്ടമായി. ഗോമൂത്രം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, ഗോപുച്ഛം കൊണ്ട് പശുക്കുട്ടിയുടെ വാലുകൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ച് ഒഴിയുന്നു, വിളക്ക് കത്തിച്ച് വെച്ച് ഭഗവാനെ മടിയിൽ കിടത്തി ഭഗവാന്റെ നാമം ചൊല്ലി ഭഗവാന് ഒഴിഞ്ഞു കളയുക. ഇങ്ങനെയൊക്കെ ഭഗവാന് പേടി പോട്ടെ, ഭഗവാന് പേടി പോട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഭഗവാൻ എന്ത് പേടി? ഭഗവാനെ പേടിച്ചിട്ടാണ് ഇവിടെ കാറ്റ് വീശുന്നതും മഴ പെയ്യുന്നതും ഭൂമി തിരിയണതൊക്കെ. അങ്ങനെ അവർ ആ ഉണ്ണിയെടുത്ത് യശോദയ്ക്ക് കൊടുക്കുകയാണ്. യശോദയുടെ മടിയിൽ കിടന്ന് യശോദയെ നോക്കി ഭഗവാന്റെ പാല് കുടിക്കുന്നു. അത് കണ്ടതും ഗോപികമാരൊക്കെ പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നു. ഉണ്ണിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ, പേടി കുടുങ്ങിയില്ല, വിഷമൊന്നും ഉണ്ടായില്ല, ഉണ്ണിക്കൊരു പ്രശ്നം ഉണ്ടായില്ല, ഭഗവാനൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പ്രശ്നങ്ങളും തീർന്നു. ഇങ്ങനെ എല്ലാവരുടെയും പ്രശ്നം തീർക്കുന്ന ഭഗവാനെ, എൻ്റെ ഈ ചെറിയൊരു പ്രശ്നം, വാദം, അതൊന്ന് തീർത്ത് അനുഗ്രഹിക്കണേ എന്ന് ഭട്ടതിരിപ്പാട് കൂട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അടുത്ത ദശകത്തിൽ ആ പൂതനയുടെ ദേഹം അത് ദഹിപ്പിക്കണ്ടേ, അത് വർണ്ണിക്കുകയാണ്. ദശമസ്കന്ധം കഥ പറയുന്ന സമയത്ത് ഭട്ടതിരിക്ക് കുറച്ചധികം ഒരു സന്തോഷം കാണാം. ഗുരുവായൂരപ്പനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും. ഒരു പ്രത്യേക ആവേശം ഈ ഒരു ദശമസ്കന്ധം പറയുന്ന ദശകങ്ങളിൽ കാണാം. ഗുരുവായൂരപ്പൻ്റെ ഭാവം എന്താ നോക്കിയിട്ടൊക്കെയാണ് അടുത്ത ശ്ലോകം പറയുക. ഭഗവാനെ വിളിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ വിളിച്ചില്ല. ഇതിപ്പോൾ ഓരോ ശ്ലോകത്തിലും വിഭോ, ഭഗവാനെ, ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിച്ച് പട്ടേരി ഭഗവാനുടെ അഭിപ്രായം ചോദിച്ചിട്ടാണ് അടുത്ത ശ്ലോകം കേൾപ്പിക്കുന്നത്. വ്രജേശ്വര ശൗരിവചോ നിശമ്യ സമാവ്രജന്നധ്വനിഭീതചേതാഃ നിഷ്പിഷ്ടനിശേഷതരും നിരീക്ഷ്യ കിഞ്ചിത് പദാർത്ഥം ശരണം ഗതസ്ത്വാം. വ്രജേശ്വരൻ ആരാത്? നന്ദഗോപര്. ശൗരിവച ആരാ? ശൗരി, വസുദേവർ, ശൂരരാജാവിൻ്റെ മകൻ, അതുകൊണ്ടാണ് ശൗരി എന്ന് പേര്. വ്രജേശ്വര ശൗരിവച നിശമ്യ. ആ നന്ദഗോപര് വസുദേവർ പറഞ്ഞതെല്ലാം കേട്ട് ഉണ്ണികൾക്ക് വല്ല ആപത്തുണ്ടാവുമോ എന്നാകെ ശങ്കിച്ച് ഓടി വരികയാണ്. ആ വരുന്ന വഴിക്കന്നെ അദ്ദേഹം മരങ്ങളൊക്കെ വീണ് കിടക്കുന്നത് കാണുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോഴേക്കും ആകെ പരിഭ്രമിച്ചു. എന്തെങ്കിലും പറ്റിയോ, അപകടം വന്നു? അവിടെ എത്തിയപ്പോഴേക്കും വലിയൊരു വസ്തു ഒരു 10-15 ഏക്കറിൽ അങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ഗുരുവായൂരപ്പ, അങ്ങയുടെ നാമം ജപിച്ച് അങ്ങയ്ക്കൊരാപത്തുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഓടി വരികയാണ് ആ നിഷ്കളങ്കനായ മനുഷ്യൻ, ആ നന്ദഗോപര്. നിശമ്യ ഗോപീ വചനാദുദന്തം സർവേപി ഗോപാ ഭയവിസ്മയാന്ധാഹ. ഇവിടത്തെ ഇപ്പം എന്താ കഥ? ആ ഗോപന്മാർ ഉണ്ടായ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ആ പാവം. തുത്പാദിതം ഘോരപിശാചദേഹം ദേഹുർവിദൂരേ യഥ കുഠാരകൃത്തം. ഏതായാലും ഉണ്ണിക്ക് ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ. ഭഗവാനോട് നന്ദി പറഞ്ഞ് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവളുടെ ഈ ഒരു ശരീരം കുറച്ച് ദൂരത്ത് കൊണ്ടുപോയി ദഹിപ്പിക്കണം. കാരണം സ്വതവേ ശരീരം ദഹിപ്പിച്ചാലുള്ള ദുർഗന്ധം നമുക്കറിയാലോ, ശവം കത്തിയാലുള്ള വാസന. അതുകൊണ്ട് വിഷമാവും ഈ ഗോപന്മാർക്ക്, ഇവിടെ ഉള്ളവർക്കൊക്കെ. അതുകൊണ്ട് ഗോകുലവാസികൾക്ക് വിഷമം വേണ്ട കരുതി ദൂരത്ത് കൊണ്ടുപോയി ദഹിപ്പിക്കാമെന്ന് കരുതി കുഠാരകൃത്തം ആണ് ഈ പിശാചൻ, ഈ ഒരു ദേഹം, ഇവളുടെ ദേഹം കഷ്ണം മുറിച്ച്, കോടാലി കൊണ്ട് കഷ്ണം മുറിച്ച് ദൂരത്ത് കൊണ്ടുപോയി ദഹിപ്പിക്കാം എന്ന് കരുതി കഷ്ണം മുറിച്ച് കൊണ്ടുപോവുകയാണ്. ആ ശവം കത്തിച്ചപ്പോൾ ഉണ്ടായ അത്ഭുതം അറിയണ്ടേ? അതൊന്ന് ഉയർന്നു വന്ന പുക. ത്വത്പീതപൂതസ്തനതശരീരാത് സമുച്ചലന്നുച്ചതരോ ഹി ധൂമഃ. പുറമേക്ക് വരുന്ന ആ ധൂമം, ആ പുകയ്ക്ക് ദുർഗന്ധമല്ല ഉണ്ടായത്, പിന്നെന്താ ഉണ്ടായത്? സുഗന്ധമാണ് ഉണ്ടായത്. ശങ്കാമതാദാഗരവ കിമേഷ കിം ചന്ദനോ ഗൗൽഗുലവോ അഥ വേദി. ഇത് ചന്ദനത്തിൻ്റെ വാസനയാണോ? അല്ല. ഇനിയിപ്പം അഗരുവിൻ്റെ വാസനയാണോ? ഗുൽഗുലുവിൻ്റെ വാസനയാണോ? ഇത് എന്തിൻ്റെ വാസനയാണ്? എന്തൊരു സുഗന്ധമാണിത് എന്നങ്ങനെ അവിടെ കൂടിയിരുന്നവരൊക്കെ പരസ്പരം നോക്കി ചോദിക്കുകയാണ്. എന്തൊരു സുഗന്ധം! ഈ രാക്ഷസിയെ, പൂതനയെ ദഹിപ്പിക്കുമ്പം സുഗന്ധം ഉണ്ടാവുമെന്ന് ആരെങ്കിലും വിചാരിക്കുമോ? ഒരു പക്ഷേ ആ ഗന്ധത്തിന് അല്ലെങ്കിൽ ആ വായുവിന് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ അത് പറയായിരുന്നു.
എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാനാണ് സച്ചിദാനന്ദ സുഗന്ധം. എന്താണ് സച്ചിദാനന്ദ സുഗന്ധം? ആരെയാണ് ആ രാക്ഷസി തൊട്ടത്? ആ ഭഗവാനെയല്ലേ, സച്ചിദാനന്ദ സ്വരൂപനല്ലേ. ഭഗവാനെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ദുർവാസന ഉണ്ടോ? പിന്നെ സദ്വാസനയല്ലേ. തന്നെ തൊട്ട് കഴിഞ്ഞാൽ മദംഗസംഗസ്യ ഫലം ന ദൂരേ ക്ഷണേന താവത് ഭവതാമപി സ്യാത് ഇത്യുല്ലപൻ വല്ലവതല്ലജേഭ്യ ത്വം പൂതനാമാതനുധാഹ സുഗന്ധിം. എന്തിനാ ഗുരുവായൂരപ്പ അങ്ങിങ്ങനെ അവളെ സുഗന്ധാക്കി തീർത്തത് എന്നാണെങ്കിൽ നമ്മളെയൊക്കെ കാണിക്കാനാണ്, അറിയിക്കാനാണ്. ചെറിയ ഉണ്ണിയല്ലേ, മിണ്ടാനൊന്നും ആയില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അറിയേണ്ടവർ മനസ്സിലാക്കിക്കോളൂ, സാമർഥ്യമുള്ളവർ ഉൾക്കൊണ്ടോളൂ, അത്യാവശ്യം ഭക്തിയുള്ളവരൊക്കെ മനസ്സിലാക്കിക്കോളൂ. എന്നെ ആശ്രയിച്ചാൽ പിന്നെ അവർക്ക് ദുർവാസന ഉണ്ടാവില്ല, ഇതുപോലെ സദ്വാസന ഉണ്ടാവുക. ഈ പൂതന എന്ന രാക്ഷസി നോക്കൂ, അവൾ എന്നെ തൊട്ടത്തോടു കൂടി അവൾക്ക് പിന്നെ സദ്വാസനയല്ലേ ഉണ്ടായത്, ദഹിപ്പിച്ചപ്പോൾ സുഗന്ധമല്ലേ ഉണ്ടായത്, സദ്വാസനയല്ലേ. അതുകൊണ്ട് എന്നെ ആശ്രയിച്ചാൽ മദംഗസംഗസ്യ ഫലം ന ദൂരേ, എന്നെ തൊട്ടാൽ പിന്നെ അതിൻ്റെ ഫലം ദൂരത്തല്ല, ഉടനെ തന്നെ ഫലം. നമ്മുടെ ഉള്ളിലുള്ള ദുർവാസനയൊക്കെ തീരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഈ ഒരു വിഷമം, പരിഭ്രമം, ഭയം ഒക്കെ നീങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കാത്തിരിക്കണ്ട, നാളെ ആവാമെന്ന് വിചാരിക്കണ്ട. ഈ ഭഗവാനെ ആശ്രയിക്കൂ, പിന്നെ ആനന്ദം മാത്രമേ ഉണ്ടാവുള്ളൂ. പാപം നീക്കി പുണ്യവതിയാക്കും. പൂതനയെ പുണ്യവതിയാക്കിയില്ലേ. അതുകൊണ്ട് നമ്മളെയൊക്കെ പുണ്യവാനും പുണ്യവതിയും ഒക്കെ ആക്കും ഭഗവാൻ. അതുകൊണ്ട് ആശ്രയിക്കൂ എന്ന് കാണിക്കുകയാണ് ആ വായു. ചിത്രം പിശാച്യാ നഹതഃ കുമാരശ്ചിത്രം പുരൈവാകഥി ശൗരിണേദം ഇതി പ്രശംസൻ കില ഗോപലോകോ ഭവൻ മുഖാലോകരസേ നിയമാംക്ഷീത്. അന്തരത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട്. ഈ ഉണ്ണിക്ക് എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. അതാലോചിച്ച് ഭഗവാനോട് നന്ദിയും പറയുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ആ വസുദേവരത് മുമ്പേ മനസ്സിലാക്കിയത്? ഈ അപകടമൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ലല്ലോ. ആ വസുദേവരത് എങ്ങനെ മനസ്സിലാക്കി? കേമൻ തന്നെ. ആ വസുദേവർ ചില്ലറക്കാരനല്ല കേട്ടോ, അയാൾ വലിയ സിദ്ധനാ എന്നൊക്കെ നന്ദഗോപർ ആ വസുദേവരെ പ്രശംസിച്ചും കൊണ്ട്, ആ വസുദേവരെ പുകഴ്ത്തിയും കൊണ്ടിരിക്കുകയാണ്. ഭവൻ മുഖാലോകരസേ ന്യമാം ക്ഷീത്. അല്ലേ ഗുരുവായൂരപ്പ, അങ്ങയുടെ രൂപം, അങ്ങയുടെ ആ പുഞ്ചിരി, അങ്ങയുടെ മുഖം നോക്കി അങ്ങയെ തന്നെ നോക്കി രസിക്കുകയാണ് ആ നന്ദഗോപരും മറ്റുള്ള ഗോപന്മാരും. പിന്നീട് എന്തുണ്ടായി ഗുരുവായൂരപ്പ? അവിടെ ഐശ്വര്യം അങ്ങനെ ധാരാളമായിട്ടുണ്ടാവാൻ തുടങ്ങി, അടിക്കടി വർദ്ധിക്കാൻ തുടങ്ങി. ലക്ഷ്മി വല്ലഭനല്ലേ അങ്ങ്, പിന്നെ അങ്ങുള്ള ദിക്കിൽ ഐശ്വര്യം ഉണ്ടാവും എന്നുള്ളത് വേറെ പറയേണ്ടതുണ്ടോ? ദിനേ ദിനേധ പ്രതിവൃദ്ധലക്ഷ്മീരക്ഷീണമാംഗല്യശതോ വ്രജോയം ഭവന്നിവാസാദയി വാസുദേവ പ്രമോദസാന്ദ്ര പരിതോ വിരേജേ. ഭൗതികമായ സമ്പത്തും പോരാ, മനസ്സിന് ആനന്ദം അത് വേണ്ടേ. പരിതഃ പ്രമോദസാന്ദ്ര വിരേജേ, എങ്ങും തികഞ്ഞ പരമാനന്ദമുള്ളതായിട്ട് വിളങ്ങി ആ ഗോകുലവാസികൾക്കൊക്കെ ആനന്ദം. ഗൃഹേഷു തേ കോമളരൂപഹാസമിഥ കഥാസങ്കുലിതാഃ കമന്യഃ വൃത്തേഷു കൃത്യേഷു ഭവൻ നിരീക്ഷാസമാഗതാഃ പ്രത്യഹമത്യനന്ദൻ. അക്കാലത്ത് ഗോപികൾക്ക് അങ്ങയെപ്പറ്റി മാത്രമേ പറയാൻ ഉള്ളൂ എന്നാണ്. സ്വതവേ രണ്ടമ്മമാർ തമ്മിൽ കണ്ടാൽ അവനവൻ്റെ കുട്ടികളുടെ കേമത്തം പറയലേ ചെയ്യുക. എന്നാൽ ഇവിടെയുള്ള അമ്മമാർക്കൊക്കെ ആ യശോദാനന്ദനൻ്റെ കാര്യങ്ങളെ പറയാനുള്ളൂ. നന്ദരുടെ ഉണ്ണിയുടെ കഥ, കൃഷ്ണൻ്റെ കഥ, രാമൻ്റെ കഥ, ആ കൃഷ്ണൻ്റെ ചന്തം, ആ ചുരുണ്ട മുടി, ആ പുഞ്ചിരി, ആ രാമൻ്റെ നോട്ടം, ഇങ്ങനെ ആ കുട്ടികളെപ്പറ്റി മാത്രം, ആ തൊട്ടാലുള്ള മിനുസം, ആ ഉണ്ണിയുടെ പുഞ്ചിരി, ആ ഉണ്ണിയുടെ നോട്ടം, ഇങ്ങനെ വീണ്ടും 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 അവരാ ഭഗവാനെപ്പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അവരവരുടെ പണികളൊക്കെ കുറച്ച് കൊണ്ടുവന്നു. വേഗം തീർത്ത് ഓടി വരികയാണ്. ആരെ കാണാൻ? ഈ കൃഷ്ണരാമന്മാരെ കാണാൻ, അവരുടെ ലീലകൾ ആസ്വദിക്കാൻ. അഹോ കുമാരോ മയി ദത്തദൃഷ്ടി സ്മിതം കൃതം മാം പ്രതിവത്സകേന ഏഹി ഏഹി മാമിത്യുപസാര്യ പാണീ ത്വയീശ കിം കിം ന കൃതം വധൂഭിഃ. ഇവിടെ എത്തിക്കഴിഞ്ഞാലോ ആ ഗോപികമാർ അതിൽ ഓരോരുത്തർ പറയും, അഹോ കുമാരോ മയി ദത്തദൃഷ്ടി, ഇതാ ഇവൻ എന്നെയാണ് നോക്കണത് കേട്ടോ എന്നൊരു ഗോപി. വേറൊരു ഗോപി, അല്ല അവൻ എന്നെ നോക്കിയാണ് ചിരിക്കണത്. വേറൊരു ഗോപി, ഇതാ അവൻ കൈകൊണ്ട് കാണിക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, എൻ്റെ അടുത്തേക്ക് വരുമെന്ന് എന്നെ വിളിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ് അവർ വന്ന് അങ്ങയെ വാരിയെടുത്തില്ലേ ഗുരുവായൂരപ്പ, വാത്സല്യത്തോടെ അങ്ങയെ വാരിയെടുത്തില്ലേ.
ഭവദ്വപുസ്പർശന കൗതുകേന കരാത്കരം ഗോപവധൂജനേന നീതസ്ത്വമാതാമ്രസരോജമാലാവ്യാലംബിലോലംബതുലാമലാസീ. ആ അങ്ങേ ആ ഗുരുവായൂരപ്പനെ ആ പൂമേനി കെട്ടിപ്പിടിച്ച് അവർക്ക് മതിയാവണില്ല. ഗോപികമാരിങ്ങനെ മാറി മാറി എടുക്കുകയാണ്. ഏതുപോലെ ചോദിച്ചാൽ വിരിഞ്ഞ പുഷ്പങ്ങളിൽ അങ്ങുമിങ്ങും വിരഞ്ഞു മണ്ടുന്നൊരു വണ്ടു പോലെ എന്ന് മണിപ്രവാളത്തിൽ കുഞ്ചൻ നമ്പ്യാർ. അതന്നെ ഇവിടെ നീതസ്ത്വമാ താമ്രസരോജമാലാവ്യാലംബിലോലംബതുലാമലാസീ. നല്ല അസൽ താമര പൊയ്ക, അതിൽ ധാരാളം താമരകൾ അങ്ങനെ വിടർന്നിരിക്കുന്നു. അതൊന്ന് മനസ്സിൽ കാണൂ. അതിലേക്കൊരു കുഞ്ഞി കരിവണ്ട അങ്ങനെ, എന്തൊരു സൗന്ദര്യം ആ വണ്ടിനെ കാണാൻ. ആ കറുത്ത കരിവണ്ട അങ്ങനെ പറന്നു വരുന്നു. എന്നിട്ട് ഒരു താമരപ്പൂവിലങ്ങനെ ഇരിക്കുന്നു. അടുത്ത നിമിഷം അടുത്ത താമര അതിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. പാറി അടുത്ത താമരയിലിരിക്കുന്നു. അപ്പോഴേക്കും അവിടുന്ന് പാറി അടുത്ത താമരയിലേക്ക്. ഇങ്ങനെ ഒരു കരിവണ്ട് താമരക്കാട്ടിലൂടെ സഞ്ചരിക്കും പോലെ ആ ഗോപികമാരെടുക്കും. അവരുടെ ആ രണ്ട് കൈകൾ ചേർത്ത് അവർ നിൽക്കുമ്പം അവരെ ഉള്ളം കൈ കണ്ടാൽ ചെന്താമര പോലെ. കൃഷ്ണനോ കരിവണ്ട്. ആ കരിവണ്ട് ആ ചെന്താമരയിലേക്ക് വന്നു. അവരാ കരകമലത്തിൽ നിന്ന് മുഖകമലത്തിലേക്ക് ചേർക്കും. ഭഗവാന്റെ കവിളിലൊരു ഉമ്മ കൊടുക്കും. അടുത്ത ഗോപികയുടെ കരകമലത്തിൽ വെച്ച് കൊടുക്കും. അവൾ അവിടുന്ന് ആ ഭഗവാനെടുത്ത് മുഖകമലത്തിനോട് ചേർക്കും. അങ്ങനെ അവരുടെ ആ കവിളും കയ്യും രണ്ടു താമര പോലെയാണ്. കരാത്കരം ഗോപവധൂജനേന. അവരിങ്ങനെ ആ ഉണ്ണിയെ അടുത്ത ഗോപികയ്ക്ക് കൊടുക്കണു. അപ്പോഴേക്ക് അടുത്ത ഗോപിക്ക് എടുക്കാൻ മോഹം. അപ്പോഴേക്കും അവരങ്ങനെ ആ ഉണ്ണിയെ ഇങ്ങനെ മാറി മാറി എടുക്കുകയാണ്. അങ്ങേ ഒന്ന് സ്പർശിക്കാൻ ആഗ്രഹിച്ച് ഗോപികമാർ മാറി മാറി എടുത്തില്ലേ. നിപായയന്തി സ്തനമങ്കകം തുവാം വിലോകയന്തി വദനം ഹസന്തി ദശാം യശോദാ കതമാം ന ഭേജേ സതാദൃശ പാഹി ഹരേ ഗദാന്മാം. അവർ അങ്ങനെ മാറി മാറി എടുത്ത് അവസാനം യശോദയ്ക്ക് കൊടുക്കുകയാണ്. ആ അമ്മ യശോദ കാല് നീട്ടി വെച്ച് ഭഗവാനെ മടിയിൽ കിടത്തി ഒരു കൈ കൊണ്ട് ആ ഭഗവാന്റെ തലേന്ന് താങ്ങി മാറോട് ചേർത്ത് ഭഗവാന് നിവേദ്യം പാല് കൊടുക്കുകയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് വിലോകയന്തി വദനം ഹസന്തി. അമ്മയെ നോക്കി പുഞ്ചിരിച്ചും കൊണ്ട്, അമ്മയെ തന്നെ നോക്കിയും കൊണ്ട്. ഒരമ്മയുടെ ജീവിതത്തിലെ നിർവൃതിയുടെ ഏറ്റവും വലിയ നിമിഷമാണ് ഇത്. നമ്മളൊക്കെ ആ അമ്മയെ നമസ്കരിക്കുകയല്ലേ വേണ്ടത്. എന്ത് ഭാഗ്യമാണ് ഈ യശോദ ചെയ്തത്. എന്ന തപം സൈതനേ യശോദ, എന്ന തപം സൈതനേ, എന്ത് ഭാഗ്യം ചെയ്തു. സതാദൃശ പാഹി ഹരേ ഗദാന്മാം. അങ്ങനെയൊക്കെ കാരുണ്യമുള്ള ഭഗവാനെ ഹരേ എന്നാണ് വിളിച്ചത്. ഹരി എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുന്നവൻ. എന്തില്ലാണ്ടിയാക്കുന്നവൻ? ദുഃഖങ്ങളില്ലാണ്ടിയാക്കുന്നവൻ, ഭയമില്ലാണ്ടിയാക്കുന്നവൻ, വിഷമമില്ലാണ്ടിയാക്കുന്നവൻ. അങ്ങനെയുള്ള അലയോ ഹരേ, അങ്ങെന്താ എൻ്റെ ഈ രോഗത്തില്ലാണ്ടിയാക്കാത്തത് എന്നൊരു ഭാവം ഭട്ടതിരിപ്പാടിന്. അങ്ങനെ ആ അമ്മയുടെ പാല് കുടിച്ച് സംതൃപ്തിയോടുകൂടിയിരിക്കുന്ന ഗുരുവായൂരപ്പ, നിത്യതൃപ്തനായ ഗുരുവായൂരപ്പ, എന്നെ കൂടി ഒന്ന് രക്ഷിക്കണേ എന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ 41-ാം ദിവസത്തെ ഭജനം നിർത്തുന്നത്. പിന്നെ 42-ാമത്തെ ദിവസം 42-ാം ദശകത്തിൽ ശകടാസുര ഭഞ്ജനം അത് വർണ്ണിക്കുകയാണ്. ഭഗവാന്റെ പിറന്നാൾ 28-ാം പിറന്നാളാണ്. കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. കുറച്ച് ഗെയിമായിട്ടാണ് ആ ഒരു ചടങ്ങ്, കുറച്ച് ആഘോഷമായിട്ടാണ്. കഥാപി ജന്മർക്ഷദിനേ തവ പ്രഭോ, അല്ലെ ഗുരുവായൂരപ്പ, അങ്ങയുടെ 28-ാം പിറന്നാളിൻ്റെ അന്ന് നിമന്ത്രിത ജ്ഞാതിവധൂ മഹീസുര. കുറേ ബ്രാഹ്മണരെ വിളിച്ചിട്ടുണ്ട്, ബന്ധുക്കളെ വിളിച്ചിട്ടുണ്ട്, ധാരാളം സ്ത്രീകൾ അവിടെ ഉണ്ട്. മഹാനസസ്ത്വാം സവിധേ നിധായ സാ മഹാനസാദൗ വവൃതേ വ്രജേശ്വരി. ഇവിടെ ഭട്ടതിരിപ്പാടിൻ്റെ പാണ്ഡിത്യം എന്നാണ്. മഹാനസഹ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. മഹാനസഹ എന്ന് പറഞ്ഞാൽ ഒന്ന് അടുക്കള എന്നർത്ഥമുണ്ട്, വേറൊരർത്ഥം വണ്ടി എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് മഹാനസ ശബ്ദം കാണാം. മഹാനസസ്ത്വാം സവിധേ നിധായ എന്നാണ്. അവിടെ അർത്ഥം വണ്ടിയുടെ ചുവട്ടിൽ നിന്നാണ്. ആ മച്ചിൽ കെട്ടി തൂക്കിയ കളിവണ്ടി, ആ കളിവണ്ടിയുടെ താഴെ കിടത്തി മഹാനസാദൗ വവൃതേ വ്രജേശ്വരി. മഹാനസാദൗ വവൃതേ, അവിടെ മഹാനസ ശബ്ദത്തിൻ്റെ അർത്ഥം അടുക്കള എന്നാണ്. അടുക്കളയിൽ പല പണികളുണ്ടല്ലോ. അടുക്കള പണിയൊക്കെ ചെയ്യാനായിട്ട് ആ ഗോപിക, ആ യശോദ പോയി കുട്ടികളൊക്കെ ഏർപ്പാടാക്കി ഈ ഉണ്ണിയെ നോക്കാനായിട്ട്. തതോ ഭവത്രാണ നിയുക്ത ബാലക പ്രഭീതി സംക്രന്ദന സങ്കുലാരവൈഹി വിമിശ്രമശ്രാവിഭവത് സമീപത പരിസ്ഫുടദ്ദാരുചടച്ചടാരവ. ചുറ്റും കുട്ടികളെ ഇരുത്തി
ഗുരുവായൂരപ്പ അങ്ങയെ നോക്കാൻ. അവർക്ക് കൽക്കണ്ടും മുന്തിരിയൊക്കെ കൊടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. അവർക്കതൊന്നും വേണ്ട, അവർക്ക് ഈ പഞ്ചാര മതി. ഏത് പഞ്ചാര? ഗുരുവായൂരപ്പനാകുന്ന ആ പഞ്ചാരയെ തന്നെ നോക്കി അവരിങ്ങനെ അത് ആസ്വദിക്കുന്നു. അവരതൊക്കെ കയ്യിലുള്ള മുന്തിരിയും കൽക്കണ്ടൊക്കെ കഴിക്കാൻ മറന്നു. ഭഗവാന്റെ ആ ചുവന്ന പാദം, കുഞ്ഞിക്കുമ്പ, അതൊക്കെ നോക്കി അങ്ങനെ അവർ രസിക്കുകയാണ്. അപ്പോൾ അതാ ഒരു ഭയങ്കര ശബ്ദം, മരക്കഷ്ണങ്ങളൊക്കെ പൊട്ടിത്തെറിക്കുന്നു. അത് കേട്ട് ഗോപികമാരൊക്കെ ഓടി വന്നു. എന്തുണ്ടായി? തതസ്തദാകർണന സംഭ്രമശ്രമപ്രകമ്പി വക്ഷോജഭരാവ്രജാംഗനാ ഭവന്തമന്തർദദൃശുഃ സമന്തതോ വിനിഷ്പതദ്ദാരുണദാരുമധ്യകം. ആ ശബ്ദം കേട്ട് ഗോപികമാർ ഓടി വരുന്നു. മരച്ചീളുകളുടെ ഇടയിൽ അവർ ആ കണ്ണനെ കാണുകയാണ്. ഭവന്തമന്തർദദൃശുഃ, ആ അന്തർദൃശുഃ എന്നുള്ളതിനർത്ഥം അങ്ങയെ ആ നന്ദഗൃഹത്തിനുള്ളിൽ കാണുന്നു എന്നർത്ഥം. മറ്റൊരർത്ഥം അന്തർദൃശുഃ, ഭാഗവതന്മാർ അവരുടെ ഹൃദയത്തിനകത്ത് കാണുന്ന ആ ഭഗവാൻ. ശിശോരഹോ കിം കിമഭൂതിഥി ദ്രുതം പ്രധാവ്യ നന്ദ പശുപാശ്ച ഭൂസുരാഹ. എല്ലാവരും ഓടി വന്നു. എന്തു പറ്റി? എന്താണ് ഇവിടെ ഉണ്ടായത്? ഭവന്തമാലോക്യ യശോദയാ ധൃതം. ആദ്യം എടുത്തതാരാ? യശോദയാണെന്നാണ്. ആ യശോദയാ ധൃതം, യശോദ അങ്ങോട്ട് വാരിയെടുത്തു, മടിയിൽ വയ്ക്കൽ കഴിഞ്ഞു. സമാശ്വസൻ അശ്രുജലാർദ്രലോചന, കണ്ണിന്ന് കണ്ണുനീരങ്ങനെ കൂടെ ഒഴുകുകയാണ്. എന്ത് പറ്റി എൻ്റെ ഉണ്ണിക്ക്? ഉണ്ണിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എന്തെങ്കിലും പറ്റുമോ എൻ്റെ ഉണ്ണിക്ക്? എന്തെങ്കിലും പറ്റുമോ എൻ്റെ ഉണ്ണിക്ക് എന്നും പറഞ്ഞ് കണ്ണ് നിറഞ്ഞു ഒഴുകുകയാണ് ആ യശോദയുടെ. അങ്ങനെ വാരിയെടുത്ത് ഭഗവാനെ മാറോട് ചേർത്ത് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. കസ്കോന്നു കൗതസ്കുത ഏഷ വിസ്മയോ വിശങ്കടം യച്ഛകടം വിപാടിതം ന കാരണം കിഞ്ചിദിഹേതി തേ സ്ഥിതാ സ്വനാസികാദത്തകരാസ്ത്വദീക്ഷകാ. അവിടെ കൂടിരുന്ന ഗോപന്മാരൊക്കെ ചോദിക്കുകയാണ്, എന്തേണ്ടായി ഇവിടെ? കസ്കോന്നു കൗതസ്കുത ഏഷ വിസ്മയ. എന്തൊരു അത്ഭുതം അത്! ഈ വലിയൊരു വണ്ടി ഇതെങ്ങനെ പൊട്ടിത്തെറിച്ചു? ഇവിടെ വെച്ചാൽ അതിന് മാത്രമൊന്നും കാണുന്നില്ല. എന്താ ഇപ്പം ഇങ്ങനെ ഈ വണ്ടി പൊട്ടിത്തെറിക്കാണ്ടായ കാരണം? എങ്ങനെ അത് തവിട് പൊടിയായി? വിശങ്കടം യച്ഛകടം വിപാടിതം. ഈ വലിയ വണ്ടി എങ്ങനെയാണ് ഇങ്ങനെ പൊടിയാവുന്നത്? എന്നാൽ കാരണം കിഞ്ചിദിഹേതി, പ്രത്യേകിച്ച് ഇങ്ങനെ കാരണങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ചു? സ്വനാസികാദത്തകരാസ്ത്വദീക്ഷകാ. ഇങ്ങനെ ഇതിനിടെ യുക്തി നോക്കുകയാണ് അവർ. ഇങ്ങനെ യുക്തി നോക്കുന്നവർ എപ്പോഴും മുഖത്ത് വിരലും വെച്ച് നിൽക്കേണ്ട, പരിഭ്രമിച്ച് നിൽക്കുന്നേ ഉണ്ടാവുള്ളൂ എന്ന് കാണിക്കുകയാണ്. സ്വനാസികാദത്തകരാസ്ത്വദീക്ഷക, തൻ്റെ മുഖത്ത് വിരലും വെച്ച് അവരൊക്കെ പരിഭ്രമിച്ചിരിക്കുകയാണ്. എന്താ ഇപ്പം ഇവിടെ ഉണ്ടായി? ഇങ്ങനെ യുക്തി നോക്കുന്നവർ കാലാകാലം പരിഭ്രമിച്ചിരിക്കുന്നേ ഉണ്ടാവുള്ളൂ. അന്വേഷിച്ചാൽ അവർക്ക് ഉത്തരം കിട്ടും ഭഗവാന്റെ ലീല എന്നുള്ളത്. പക്ഷെ അന്വേഷിക്കാൻ പോയില്ല. ആ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് ഭഗവാന്റെ കുഞ്ഞിക്കാല് കൊണ്ടതാണെന്ന് പറഞ്ഞെങ്കിലും അതവർ വിശ്വസിച്ചിട്ടുമില്ല എന്നാണ്. ഇതാണ് സാധാരണക്കാരൊക്കെ. ഭഗവാന്റെ ലീലകൾ പറഞ്ഞാൽ, ഭക്തന്മാർ പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതില്ല. എന്നാൽ അന്വേഷിച്ച് നോക്കൂ, ഈ പ്രപഞ്ചത്തെ നല്ലോണം ഒന്ന് ആഴ്ന്നിറങ്ങി ചിന്തിക്കൂ, അപ്പോഴും ഭഗവാനെ അറിയാൻ പറ്റും. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഭഗവാനെ അറിയാൻ സാധിക്കും. എവിടെ നിന്നാണ് ഈ കാണുന്നതൊക്കെ ഉണ്ടായത്? ഇത് ആരാധന നിലനിർത്തുന്നത്? ഇത് എങ്ങോട്ട് ചെന്ന് ലയിക്കുന്നത് എന്നൊന്ന് അന്വേഷിച്ചാൽ, തൽക്കാലം അന്വേഷിച്ച് നിർത്തല്ല, നല്ലോണം അന്വേഷിച്ച് പോയാലും ഭഗവാനെ കിട്ടും. അത് അന്വേഷിക്കാനും നിൽക്കില്ല. മഹാത്മാക്കളെ സജ്ജനങ്ങൾ കണ്ടെത്തിയത് പറഞ്ഞാൽ അത് വിശ്വസിക്കൂല്ല. ഇത് സാധാരണക്കാരുടെ സ്വഭാവമാണ്. ആ കുട്ടികൾ വിളിച്ച് പറയുന്നുണ്ട്, ഇതാണ് ഈ ഉണ്ണികൃഷ്ണൻ്റെ കാല് കൊണ്ടതാണ്. ഈ ഉണ്ണി പാല് കുടിക്കാൻ വേണ്ടി കരഞ്ഞപ്പോൾ, കാലിട്ടടിച്ചപ്പോൾ ആ പാദം കൊണ്ടു, എന്നിട്ടാണ് ഈ വണ്ടി തകർന്നത് എന്നൊക്കെ അവരങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. ഞാൻ കണ്ടതാണെന്ന് ഓരോ കുട്ടികളും വിളിച്ച് പറയണു. പക്ഷേ അതൊന്നും അവർ വലിയ കാര്യമാക്കിയിട്ടില്ല. കുമാരകസ്യാസ്യ പയോധരാർത്ഥിനഃ പ്രരോദനേ ലോലപദാംബുജാഹതം മയാ ദൃഷ്ടമനോ വിപര്യഗാതിതീശത്തെ പാലകബാലകാജഗു. ഭക്തന്മാർ, ദാ ഞാൻ ഈ ഭാഗവത്തെ ഉപാസിച്ച് ദുഃഖമില്ലാണ്ടിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ദുഃഖം മാറണമെങ്കിൽ ഈ ഭാഗവത്തെ ഉപാസിച്ചോളൂ, നാരായണീയത്തെ ഉപാസിച്ചോളൂ, ഭഗവാനെ ഉപാസിച്ചോളൂ എന്ന് പറയുന്നത് പോലെ ആ കുട്ടികളൊക്കെ നിഷ്കളങ്കരെ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും അതൊന്നും ആ ആളുകൾ വിശ്വസിച്ചില്ല എന്നാണ്. ഭിയാ തഥാ കിഞ്ചിതജാനതാമിതം കുമാരകാണാമതി ദുർഘടം വച ഭവത് പ്രഭാവാവിദുരൈരിതീരിതം മനാഗിവാശങ്ക്യത ദൃഷ്ടപൂതനൈഹി. എന്നാൽ ചിലർ ഗുരുവായൂരപ്പ അത് വിശ്വസിച്ചിട്ടോ. ആര്? ആ പൂതനാമോക്ഷം കണ്ട
ഗോപീഗോപന്മാർ അത് വിശ്വസിച്ചു. എല്ലാവരും വിശ്വസിച്ചില്ലെങ്കിലും ചിലർ വിശ്വസിച്ചു. ചില ഭക്തന്മാർ, ചില ജിജ്ഞാസുള്ളവർ സജ്ജനങ്ങൾ പറയുന്നത് ആദരിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്, അത് ഉറപ്പ് വരുത്താറുണ്ട്. ശുദ്ധ ഹൃദയമുള്ള ഗോപികൾ ഇത് വിശ്വസിച്ചു. ആ ഭഗവാന്റെ പാദം നോക്കുകയാണ്. വണ്ടി തട്ടി കാലിനെന്ന് പറഞ്ഞപ്പോഴേ ആ ഉണ്ണിയുടെ കാലിന് എന്തെങ്കിലും സംഭവിച്ചോ? പ്രവാളതാമ്രം കിമിതം പദം ക്ഷതം സരോജരമ്യൗ കരൗ വിരോചിതൗ ഇതി പ്രസർപ്പത് കരുണാതരംഗിതാ ത്വദംഗമാപസ്പൃശുരംഗനാജനാഹ. ഗോപികൾ എൻ്റെ കൃഷ്ണൻ്റെ കാലിന് വല്ലതും പറ്റിയോ? പാദം ഒഴിഞ്ഞു കൊടുക്കുകയാണ് ഗോപികമാർ. ഓടി വരികയാണ്. അവരുടെ ആ ഒരു സ്നേഹം. ഭഗവാന്റെ കാലിനൊന്നും പറ്റിയില്ലല്ലോ നോക്കുകയാണ് അവർ. ഭഗവാന്റെ ഈ പാദം ഉള്ളത് കൊണ്ടാണ് നമുക്കൊന്നും പറ്റാത്തത്. അതാണ് സത്യം. അയേ സുതം ദേഹി ജഗത്പതേ കൃപാതരംഗപാതാത് പരിപാതമദ്യമേ ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വദംഗകം മുഹുർമുഹു ശ്ലിഷ്യതി ജാതകണ്ഡക. നന്ദഗോപുര കണ്ണീരെ വിട്ട് ഓടി വരണു. ആ ഉണ്ണിയെ അദ്ദേഹത്തെ തൊടാൻ കിട്ടാറില്ല. തൻ്റെ ഉണ്ണിയെ പറഞ്ഞിട്ട് കാര്യമില്ല, ഗോപികമാരാണ് ആ ഉണ്ണിയെ കൊണ്ടു നടക്കുന്നത്. എൻ്റെ ഉണ്ണിയെ ഇങ്ങോട്ട് തരൂ, ഞാനൊന്ന് നോക്കട്ടെ, എൻ്റെ ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ യശോദയുടെ കയ്യിൽ നിന്ന് എടുത്ത് വാങ്ങുകയാണ്. ഉണ്ണിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിന് സന്തോഷമായി. നന്ദൊരു വാരിയെടുത്ത് ഉമ്മ കൊടുക്കണു. അദ്ദേഹത്തിൻ്റെ ആ ഭഗവാൻ ആപത്തൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോഴുള്ള സന്തോഷം കൊണ്ട് രോമാഞ്ചം. അദ്ദേഹത്തിൻ്റെ ആ ഉമ്മ വയ്ക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ താടി അത് ജാതകണ്ഡക, മുള്ളു പോലെ അങ്ങനെ രോമാഞ്ചം കൊണ്ട് നിൽക്കുകയല്ലേ. ആ താടി ആ ഭഗവാന്റെ ശരീരത്തിലൊക്കെ അങ്ങനെ ആവുകയാണ്. അപ്പോൾ യശോദ പറഞ്ഞു, മതി മതി, ആ ഉണ്ണിക്ക് വേദനയാവും, ഇങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞ ആ ഉണ്ണിയെ യശോദ വാങ്ങുന്നു. അനോനിലീന കില ഹന്തുമാഗത സുരാരിരേവം ഭവതാ വിഹിംസിത രജോപി നോ ദൃഷ്ടമമുഷ്യ തത് കഥം സശുദ്ധസത്വേ ത്വയി ലീനവാൻ ധ്രുവം. ആ വണ്ടിയിൽ മറഞ്ഞിരുന്ന് ഒളിച്ചിരുന്ന് ഭഗവാനെ കൊല്ലാൻ നോക്കിയ ആ അസുരനെ അങ്ങോട്ട് ശരിയാക്കിയില്ലേ ഗുരുവായൂരപ്പ. ആ അസുരൻ്റെ പൊടി പോലും അവിടെ പിന്നെ കാണാനില്ല. ശരീരത്തോടെ തന്നെ മുക്തി കൊടുത്തു എന്നർത്ഥം. രജോബിനോ ദൃഷ്ടമമുഷ്യ തത് കഥം. ഇവിടെയും മേൽപ്പത്തൂർ തൻ്റെ പാണ്ഡിത്യം അറിവുള്ളവർക്ക് മനസ്സിലാകാൻ പാകത്തിന് അതാണ്. രജോപിനോ ദൃഷ്ടമമുഷ്യ തത് കഥം സശുദ്ധസത്വേ ത്വയി ലീനവാൻ ധ്രുവം. ആ അസുരൻ്റെ പൊടി പോലും കണ്ടില്ല എന്നർത്ഥം. രജഹ എന്ന് പറഞ്ഞാൽ പൊടി എന്നർത്ഥമുണ്ട്. മറ്റൊരർത്ഥം രജഹ പറഞ്ഞ രജോ ഗുണം എന്നാണ്. ആ അസുരൻ ഭഗവാനെ തൊട്ടതോടുകൂടി ആ അസുരൻ്റെ രജോ ഗുണം അങ്ങോട്ട് ഇല്ലാണ്ടിയാക്കി. അതെങ്ങനെ ഇല്ലാണ്ടിയാവാണ്ടിരിക്കുക? രജോ ഗുണം പോവില്ലേ? ആരെ ആശ്രയിച്ചത്? സശുദ്ധസത്വേ ആണ്. ശുദ്ധസത്വത്തെ അല്ലേ, സത്വഗുണത്തെ അല്ലേ ആശ്രയിച്ചത്? ശുദ്ധസത്വം. ആ ശുദ്ധസത്വത്തെ ആശ്രയിച്ചപ്പോൾ രജസ് പോയി എന്നാണ്. അഹങ്കാരം പോയി, ക്രോധം പോയി, ഭയം പോയി. സാത്വികനായ ഭഗവാനെ ആശ്രയിച്ചാൽ അത്യന്ത ശുദ്ധാകൃതി എന്നാണ്. ഈ ശുദ്ധസത്വത്തെ ആശ്രയിച്ചാൽ ഭഗവാനെ തൊട്ടാൽ, അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ തൊട്ടാൽ ആരാ ശുദ്ധാവാണ്ടിരിക്കുക? നമ്മുടെ ഉള്ളിലുള്ള രജോ ഗുണം ഒക്കെ നീങ്ങും. കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. കാമവും ക്രോധവുമാണ് രജോ ഗുണത്തിൽ നിന്നുണ്ടാവുന്നത്. ഇതാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. അത് ഭഗവാനെ ആശ്രയിച്ചാൽ കാമവും ക്രോധവും അടങ്ങി ഹൃദയം ശുദ്ധമാവുന്നു. താല്പര്യം പ്രപൂജിതൈസ്തത്ര തതോ ദ്വിജാതിഭിഃ വിശേഷതോ ലംഭിതമംഗളാശിഷ വ്രജം നിജൈർബാല്യരസൈർവിമോഹയൻ മരുത്പുരാധീശ രുജാം ജഹീഹിമേ. പിന്നീട് അവിടെ ഉണ്ടായത് ബ്രാഹ്മണരെ കൊണ്ട് പ്രത്യേക പൂജയൊക്കെ ചെയ്യിച്ചു നന്ദഗോപർ. അവർ പ്രത്യേകം അനുഗ്രഹിച്ചു ഗോകുലവാസികളെ. ബ്രാഹ്മണരെ ആശീർവദിച്ചു. ഇതുപോലെ തൻ്റെ മനോഹരങ്ങളായ ലീലകളിലൂടെ ആ ഗോകുലവാസികളെ മുഴുവൻ ആനന്ദത്തിൽ ആറാടിച്ചല്ലയോ ഗുരുവായൂരപ്പ. മരുത്പുരാധീശ, ഗുരുവായൂരപ്പ എൻ്റെ കാര്യം എന്താ അങ്ങനെ ശ്രദ്ധിക്കാത്തോ? രുജാം ജഹീഹിമേ, എൻ്റെ ഈ രോഗത്തെ, ഈ വേദന ഒന്ന് നീക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പട്ടിരിപ്പാട്. അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ആ 42ാമത്തെ ദശകം ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നത്. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.